സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് മേക്കിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സെഷനിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രിട്ടീഷേഴ്സിന്റെ ആ ഒരു റൂൾ, ആ സമയത്ത് ബ്രിട്ടീഷേഴ്സ് എനാക്ട് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടുകൾ, അതായത് 1773 മുതൽ 1935 വരെയുള്ള ഒരു പീരീഡിൽ ബ്രിട്ടീഷേഴ്സ് ഇനാക്ട് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടുകൾ ഉണ്ടായിരുന്നു. ആ ആക്ടുകൾ ഓവർ ദ ടൈം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷനിലേക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ, സെപ്പറേഷൻ ഓഫ് പവർ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതുപോലെ ഒരു ഗവൺമെന്റിന്റെ ഡിഫറെന്റ് വിങ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ 3 വിങ്ങുകളാണ് ഗവൺമെന്റിന് പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം 1935 ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ചില ചേഞ്ചസ് നടക്കുകയാണ്. 1947 ആവുന്നുണ്ട്. അതോട് കൂടിയിട്ട് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുകയാണ്. അപ്പം ഒരു രാഷ്ട്രത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യണമെങ്കിൽ ആ രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ആ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ട് ഉണ്ടാവേണ്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, അതായത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച്, അതിൽ വരുന്ന പ്രൊവിഷൻസിനെ കുറിച്ച്, അതിൽ വരുന്ന ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ട്, അതെങ്ങനെ ഫോം ചെയ്തു, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അതിനു മുമ്പ് ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, വാട്ട് ഇസ് ലോ? ലോ എന്ന് വെച്ചാൽ എന്താണ്? സോ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റ് ഇനാക്ട് ചെയ്യുന്ന ആ ഒരു ലോ, ഓക്കെ, അല്ലെങ്കിൽ നിയമം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ് ഇനാക്ട് ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡ്സ്, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റൂൾസ് ഗവേണിംഗ് ബിഹേവിയർ ഐദർ റിട്ടൺ ഓർ അൺറിട്ടൺ ഇനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ് വിത്ത് ലീഗൽ എൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് വരുന്നത്. ഇറ്റ് ഈസ് ഇനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ലീഗൽ എൻഫോഴ്സ്മെന്റ്. നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ പെനൽറ്റി അടിക്കാം, പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ലെജിസ്ലേറ്റീവ് ബോഡീസ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് പാർലമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിരിക്കാം. സോ ഇങ്ങനെ ഏത് ബോഡി വേണമെങ്കിലും ആകാം, അതിനൊരു ലീഗൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് ലോസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അതുപോലെ തന്നെ സെൻട്രൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, ഇതിനടുത്തത് വാട്ട് ഇസ് ഓർഡിനൻസ്? ഓക്കെ, സോ ഓർഡിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടെമ്പററി ലോ ആണ്. ഓക്കെ, സോ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് മാത്രം ഒരു അൺപ്രസിഡന്റഡ് സർക്കംസ്റ്റാൻസസ് ഉണ്ടാവുകയാണ് എന്ന് വെക്കുക. ഓക്കെ, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു നിയമം ഇനാക്ട് ചെയ്യണം. പക്ഷെ ഒരു നിയമം ഇനാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്ത് ചെയ്യണം, ഒരു ബില്ല് നമ്മൾ പാസ്സാക്കണം. ആ ബില്ല് എന്ത് ചെയ്യണം, ഈ പറയുന്ന നിയമനിർമ്മാണ സഭയുടെ 2 സഭകളും, ഓക്കെ, ഇപ്പൊ പാർലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ലോക്സഭയും രാജ്യസഭയും, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെന്നുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും, അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് കൗൺസിലും വരുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് കൗൺസിലും വരുന്നുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും വരുന്നുണ്ട്. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യണം, ഇത് അംഗീകരിക്കണം. അപ്പം ഇതെല്ലാം കൂടെ വോട്ട് ചെയ്ത് പാസ്സായി വരുന്ന സമയത്ത് നമുക്കൊരു കാലതാമസം വരും, അല്ലെ? അവിടെ ഡെഫിനറ്റ്ലി ഒരു കാലതാമസം വരും. ഇവരെന്ത് ചെയ്യണം, ആ ബില്ല് പാസ്സാക്കിയിട്ട് വേണം അത് നമുക്ക് പിന്നീട് ലോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ 2 ഹൗസും പാസ്സാക്കുന്ന ബില്ല് പിന്നീട് എന്ത് ചെയ്യണം, പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണറുടെ അടുത്തേക്ക് കൊടുക്കണം. എന്നിട്ട് ഗവർണർ ഓർ പ്രസിഡന്റ് അതിന് എന്ത് കൊടുക്കണം, അസെന്റ് അല്ലെങ്കിൽ അപ്രൂവൽ കൊടുക്കണം. അപ്പൊ മാത്രമേ അത് ഫൈനൽ ആയിട്ട് ഒരു ആക്ട് ആയിട്ട് വരുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി അതിന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു നിയമം ഇനാക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു 6 മാസത്തെ കാലയളവിലേക്ക് ഒരു നിയമത്തിന്റെ അതേ പ്രാബല്യമുള്ള, അതേ സാധ്യതയുള്ള ഒരു ഓർഡിനൻസ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിന്റെ കാലാവധി ഇന്ത്യയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 6 മാസമാണ്. ആ 6 മാസം കഴിയുമ്പോൾ അതിന്റെ കാലാവധി കഴിയും. ഓക്കെ, അങ്ങനെ 6 മാസത്തെ കാലയളവിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അൺപ്രസിഡന്റഡ്, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനാക്ട് ചെയ്യുന്നതാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്.
അത് ആർക്കാണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? പ്രസിഡന്റ് ഓർ ഗവർണർ. ഓക്കെ, പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവർണറിനോ ഓൺ ദി റിക്വസ്റ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ഞാൻ പ്രസിഡന്റ് ഗവർണർ എന്ന് പറയുന്ന സമയത്ത് റെസ്പെക്റ്റീവ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റിന്റെ കേസിലാകുമ്പോൾ അത് പ്രസിഡന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസിലാകുമ്പോൾ അത് ഗവർണർ ആണ്. ഓക്കെ, അങ്ങനെ ഇവർക്കാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഇത് ഇനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക വെൻ ലെജിസ്ലേച്ചർ ഇസ് നോട്ട് ഇൻ സെഷൻ. ലെജിസ്ലേച്ചർ സെഷനിൽ ഇല്ലാത്ത സമയത്താണ് ഓർഡിനൻസ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ലെജിസ്ലേച്ചർ ആസ് സച്ച് ഇല്ല, അങ്ങനത്തെ സർക്കംസ്റ്റാൻസസ് ആണ് ഉള്ളത്. ഇനി ലെജിസ്ലേച്ചർ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവർ വീണ്ടും സമ്മേളിക്കുന്നത്. ഓക്കെ, പാർലമെന്റ് സമ്മേളനമൊക്കെ നമുക്കറിയാം ഡിഫറെന്റ് സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സിറ്റുവേഷനിലാണ് നടക്കാറുള്ളത്. നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സമ്മറിൽ നടക്കാറുണ്ട്, മൺസൂൺ സെഷൻ നടക്കാറുണ്ട്, വിന്റർ സെഷൻ ഓഫ് ദ പാർലമെന്റ്. ഇങ്ങനെ കൊല്ലത്തിൽ ഒരു 2-3 അല്ലെങ്കിൽ ലൈക്ക് മാക്സിമം 4 തവണയൊക്കെയാണ് പാർലമെന്റ് വിളിച്ചു ചേർക്കാറുള്ളത്. അപ്പം അത്രയും കാലതാമസം നമ്മൾ ഈ ബില്ല് ഇനാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് വരുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു ടെമ്പററി ലോ എന്ത് ചെയ്യും? ഇനാക്ട് ചെയ്യും, ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ. ദാറ്റ് ഇസ് കോൾഡ് ഓർഡിനൻസ്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ദെൻ അടുത്തതാണ് ബൈലോസ്. ഓക്കെ, ബൈലോസിലേക്ക് വരുന്ന സമയത്ത് റെഗുലേഷൻ മെയ്ഡ് ബൈ ദ ലോക്കൽ ഓതോറിറ്റീസ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 3 ടയർ സിസ്റ്റം ആണ്. ഓക്കെ, 3 ടയർ സിസ്റ്റം ആണ്. സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്, അതിന് താഴെ എന്ത് വരുന്നുണ്ട്? ലോക്കൽ ബോഡീസ് വരുന്നുണ്ട്, അതായത് പഞ്ചായത്തുകൾ വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റികൾ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ലോക്കൽ ഓതോറിറ്റീസ് ഇനാക്ട് ചെയ്യുന്ന റെഗുലേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈ ലോസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പൽ കൺസ്ട്രക്ഷൻ റെഗുലേഷൻസ് വരുന്നുണ്ട്, അതുപോലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് 1957 വരുന്നുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ബൈ ലോസിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ലോ എന്താണെന്നുള്ളത് പഠിച്ചു, ഓർഡിനൻസ് എന്താണെന്നുള്ളത് പഠിച്ചു, ബൈ ലോസ് എന്താണെന്നുള്ളത് നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് വാട്ട് ഈസ് റൂൾസ്. സോ റൂൾസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം വിത്തിൻ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. ഓക്കെ, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സർക്കംസ്റ്റാൻസസിലേക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്? റൂൾസ് എന്ന് പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് സർവീസ് റൂൾ ഉണ്ട്. ഓക്കെ, ദെൻ ലൈക്ക് ഇപ്പൊ നമുക്കറിയാലോ KS ഈവൻ KS എന്തുണ്ട്? സർവീസ് റൂൾസ് വരുന്നുണ്ട്. ഇനി അതേപോലെ ലൈക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്? സർവീസ് റൂൾസ് വരുന്നുണ്ട്. ഓരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഓരോ ഗവൺമെന്റ് ഓഫീസേഴ്സിന് അവർക്ക് കോമൺ ആയിട്ട് ഒരു സർവീസ് റൂൾ ഉണ്ടായിരിക്കും. അതുപോലെ പോലീസ് റൂൾ വരുന്നുണ്ട്, സിവിൽ സർവീസ് കണ്ടക്ട് റൂൾ വരുന്നുണ്ട് 1964. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? റൂൾസ് ആണ്. അപ്പം ഈ റൂൾസ് എല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലോ, ഓർഡിനൻസ്, ബൈ ലോ, ഇതൊക്കെ എല്ലാവരും പാലിക്കണം. എവിടെ ഉള്ളത്? ഒരു ലോ പാസ്സാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പം അത് എവിടേക്കാണോ ഇനാക്ട് ചെയ്യുന്നത്? ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം? നിയമങ്ങൾ ഇനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടോ മൂന്നോ സ്റ്റേറ്റുകളിലേക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം? നിയമങ്ങൾ ഇനാക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഏത് പ്രദേശത്തേക്ക് വേണ്ടിയിട്ടാണോ ഇനാക്ട് ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ എന്ത് ചെയ്യണം? ആ നിയമം പാലിച്ചിരിക്കണം. ഇനി അതേപോലെ തന്നെയാണ് ഓർഡിനൻസിന്റെ കേസും. അതും എല്ലാവരും ആർക്ക് വേണ്ടിയിട്ടാണോ ലൈക്ക് ആ ഒരു ടെറിട്ടറി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം അതിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരള ഗവൺമെന്റ് ആണ് ഒരു നിയമം പാസ്സാക്കുന്നതിൽ കേരള എന്ന് പറയുന്ന ആ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറിയിലുള്ള എല്ലാവരും അത് പാലിക്കണം. ഇനി ബൈലോസ് ആണ് എന്നുണ്ടെങ്കിലോ ആ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ റെസിഡൻസ് ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? അത് പാലിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ മുനിസിപ്പൽ കൺസ്ട്രക്ഷൻ ആക്ട് ആണ് എന്നുണ്ടെങ്കിൽ അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ നിയമം പാലിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ റൂൾസിലേക്ക് വരുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ വിഭാഗമാണ്, ഇവിടെ ജോഗ്രഫിക്കൽ ബൗണ്ടറി അല്ല റൂൾസിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യമായിട്ട് വരാം. വിച്ച് among the following is restrained by the geographical boundaries? Law, ordinance, bylaw, rules. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന റൂൾസ് ആണ്. കാരണം അത് ജോഗ്രഫിക്കലി ലിമിറ്റഡ് അല്ല, അത് സർവീസ് അല്ലെങ്കിൽ ജോബ് നേച്ചറിനനുസരിച്ചിട്ടാണ് ലിമിറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിനാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? റൂൾസ് മേക്ക് ചെയ്യാറുള്ളത്. ദെൻ അടുത്തത് അറ്റ് ദ സുപ്രീം ലെവൽ, ദാറ്റ് ഇസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഇസ് ദി ഫണ്ടമെന്റൽ ലോ ഓഫ് ദിസ് ലാൻഡ്. നമ്മുടെ ഈ ഒരു രാഷ്ട്രത്തിന്റെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ സുപ്രീം ലോ ആണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഔട്ട്ലൈൻസ് ദ ഗവൺമെന്റ് സ്ട്രക്ചർ, പവേഴ്സ് ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ദി ലീഗൽ സിസ്റ്റം. എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ലൈക്ക് രാഷ്ട്രങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ബ്രിട്ടന് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്,
ഓക്കെ, ഈവൻ അമേരിക്കയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് രാഷ്ട്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിൽ ചില കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ റിട്ടേൺ ആയിരിക്കും, ചിലത് അൺറിട്ടേൺ ആയിരിക്കും, ചിലത് റിജിഡ് ആയിരിക്കും, ചിലത് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, ചിലത് ക്വാസി ഫെഡറൽ ആയിരിക്കും, ചിലത് ഫെഡറൽ ആയിരിക്കും, ചിലത് യൂണിറ്ററി ആയിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് രൂപത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കും. എന്നിരുന്നാലും ജസ്റ്റ് ഈ കാര്യം ഓർത്ത് വെക്കുക, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സ്ട്രക്ചർ, പവർ, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്ലൈൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് അബവ് ഓൾ ദി അതർ ലോസ്. ബാക്കി എല്ലാ ലോസിന്റെയും മുകളിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും താഴെ നിൽക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ആ പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ബൈലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ടയറിലെ 3rd ടയർ ഗവൺമെന്റ്, അതായത് പഞ്ചായത്ത് ആയിരിക്കാം, മുനിസിപ്പാലിറ്റി ആയിരിക്കാം, അവർ നിർമ്മിക്കുന്നതാണ് ബൈലോസ് എന്ന് പറയുന്നത്. ദെൻ ഓർഡിനൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റും ഓർഡിനൻസ് നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഈ ഓർഡിനൻസ് റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള പവറും ആർക്കുണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. ലെജിസ്ലേച്ചർ അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, വിത്തിൻ പാർലമെന്റ് സെഷൻ വരുന്ന സമയത്ത് ഈ ഓർഡിനൻസ് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാലാവധിയൊക്കെ അവസാനിക്കും. നമ്മൾ അതൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓർഡിനൻസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലോസിന് താഴെയാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് സ്റ്റേറ്റ് ലോ, പിന്നെ വരുന്നതാണ് സെൻട്രൽ ലോ. എല്ലാത്തിന്റെയും എബവ് നിൽക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നിൽക്കുന്ന എല്ലാ നിയമങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നിൽക്കുന്ന ഒരു കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് നിൽക്കുന്ന നിയമങ്ങളെ, ഓർഡിനൻസിനെ, ലോസിനെ, റൂൾസിനെ, ബൈലോസിനെ, റെഗുലേഷൻസിനെ ഒക്കെ നമ്മൾ പറയുന്ന പേരാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത്. അങ്ങനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിയമങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സുപ്രീം കോടതിക്ക് അതിനെ, ഓക്കെ നമുക്കല്ല, സുപ്രീം കോടതിക്ക് അതിനെ വോയിഡ് അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ ആ നിയമങ്ങൾ പിന്നെ പ്രാബല്യത്തിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അൾട്ടിമേറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കൺഫേമിറ്റിയിൽ വരുന്നതായിരിക്കണം ഈ പറയുന്ന താഴെയുള്ള എല്ലാ കാര്യങ്ങളും. കൺഫേമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരസപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ചു കൊണ്ടുവരുന്നതായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കുറച്ചുകൂടെ ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അവിടെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഗവൺമെന്റും പബ്ലിക്കും തമ്മിലുള്ള റിലേഷനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ ആരൊക്കെ വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്, പബ്ലിക് വരുന്നുണ്ട്, ഇനി അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ NGOs വരുന്നുണ്ട്, ഇവരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഗവൺമെന്റ്, അതുപോലെ തന്നെ പബ്ലിക് അല്ലെങ്കിൽ സിറ്റിസൺസ് വരുന്നുണ്ട്. അപ്പൊ ഈ പബ്ലിക് അല്ലെങ്കിൽ സിറ്റിസൺ ഗവൺമെന്റിന് പവർ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് എന്ത് ചെയ്യണം, സിറ്റിസൺസിന് വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ചില സമയത്ത് ഗവൺമെന്റിന് പവർ ഉള്ളത് കൊണ്ട് നമുക്കറിയാം, പവർ കറപ്റ്റ്സ്. നമ്മൾ പറയാറുണ്ട്, പവർ എന്ത് ചെയ്യാറുണ്ട്, ആളുകളെ കറപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ദുഷിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ദുഷിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഗവൺമെന്റ് അവരുടെ പവർ അനാവശ്യമായിക്കൊണ്ട്, ഓക്കെ, അന്യായമായിക്കൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അവകാശങ്ങൾക്കും അവരുടെ അധികാരങ്ങൾക്കും മുകളിലുള്ള കടന്നുകയറ്റമായിട്ട് മാറും. അവരുടെ ഫണ്ടമെന്റൽ റൈറ്റുകളൊക്കെ എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് മുകളിൽ നമ്മൾ ചില റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനത്തെ 2 റെസ്പോൺസിബിലിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് പവർ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന് പവർ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് അതേ പവറിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ മാത്രമേ ഗവൺമെന്റിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റൂ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ഇന്ത്യക്കകത്ത് നിയമനിർമ്മാണം നടത്താം. ബട്ട് കേരള ഗവൺമെന്റ് ആകുന്ന സമയത്ത് കേരളത്തിനകത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത്. കേരളത്തിന് പുറത്ത് കേരള ഗവൺമെന്റ് ഇനാക്ട് ചെയ്തിട്ടുള്ള ഒരു നിയമത്തിന് വാല്യൂ ഇല്ല, പ്രാബല്യം ഇല്ല. ചില സമയത്ത് അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സ്റ്റേറ്റ് മെഷീനറീസ്, അതുപോലെ തന്നെ പാർലമെന്റ്, ദെൻ ലൈക്ക് സെൻട്രൽ മെഷീനറീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, ഏത് കണ്ടീഷനിലാണ് എന്നുള്ളതൊക്കെ. അപ്പം അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർലി ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഒന്ന്, പവർ, ഗവൺമെന്റിന്റെ പവറിന് അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്.
രണ്ടാമത്തത് ഗവൺമെന്റിന്റെ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെ ഡെഫിനിഷൻ നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷണലിസം എൻഷുവേഴ്സ് ദാറ്റ് ദ ഗവൺമെന്റ് ഓപ്പറേറ്റ്സ് വിത്തിൻ സെറ്റ് റൂൾസ് പ്രൊമോട്ടിംഗ് ഫെയർനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓപ്പറേറ്റ്സ് വിത്തിൻ ദ സെറ്റ് റൂൾസ്. ഓക്കെ, ഓപ്പറേറ്റ്സ് വിത്തിൻ ദ റൂൾസ്. അങ്ങനെ റൂൾ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി പവർ കൊടുക്കണം, ആ പവറിനെ റെസ്ട്രെയിൻ ചെയ്യണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ആ ഗവൺമെന്റ് ഈ പറയുന്ന ഈ ഒരു നീല സർക്കിൾ കണ്ടില്ലേ, അതാണ് അതിന്റെ പരിധി. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, ജനങ്ങളെ സേവിക്കും. ഓക്കെ, സോ ആ സെറ്റ് ചെയ്യുന്ന ആ ഒരു പരിധിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു പരിധി എന്ത് ചെയ്യും, അവിടെ സെറ്റ് ചെയ്യും. ഇങ്ങനെ ഗവൺമെന്റിനെ ലിമിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ്. ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ്, അതിനെ പറയുന്ന പേരാണ് എന്ത്, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ഓർത്ത് വെക്കുക. പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, ഇതിന്റെ എലമെന്റ്സ് വരുന്നുണ്ട്, അതൊക്കെ പഠിച്ചിരിക്കണം. ഓരോന്ന് എന്താണ് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇവിടെ ആലോചിക്കുക, ഇത് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണലിസവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ്. സിമ്പിൾ ആയിട്ട് ഒരു വൺ വേർഡിൽ അല്ലെങ്കിൽ ലൈക്ക് ഒരു സിമ്പിൾ സെന്റൻസിൽ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം മീൻസ് എ ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ്. അതല്ലെങ്കിൽ the limit that the constitution sets within which the government can operate. കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യുന്ന ആ ലിമിറ്റ് ആണ്, അതിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ പറയുന്ന ഗവൺമെന്റിന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യത്തിലെ പ്രിൻസിപ്പിൾസ് എന്നാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ ഈ ഒരു കാര്യമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ എലമെന്റ്സ് പഠിക്കും. അപ്പൊ ചോദ്യത്തിൽ നിങ്ങളുടെ അടുത്ത് വിച്ച് among the following are the elements എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, തെറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. സോ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് പോപ്പുലർ സോവറിനിറ്റി. ഓക്കെ, പോപ്പുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ, ജനങ്ങൾ. ജനങ്ങൾക്കാണ് പരമാധികാരം. സോവറിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാധികാരം. ഓക്കെ, അൾട്ടിമേറ്റ്ലി എല്ലാത്തിന്റെയും മുകളിൽ നിൽക്കുന്നത് ജനങ്ങളാണ്. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്ത് അത് ആർക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അപ്പം പരമാധികാരം നിലനിൽക്കുന്നത് ജനങ്ങളിലാണ്. അതിനെയാണ് പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പരമാധികാരം ജനങ്ങളിലേക്കാണ്. രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഓക്കെ, ഇവിടെ വൈ ഉണ്ട്, മിസ്സിംഗ് ആണ്. സോ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഓക്കെ, അതായത് നിഷ്പക്ഷമായ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു ജുഡീഷ്യറി, ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എൻറ്റിറ്റി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്പറേഷൻ ഓഫ് പവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്പറേഷൻ ഓഫ് പവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്രകാരം ഗവൺമെന്റിന്റെ 3 വിങ്സ് ആയിട്ടുള്ള ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ ജുഡീഷ്യറി, ഇത് മൂന്നും സെപ്പറേറ്റ്ലി ആയിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ 3 വിങ്സും സെപ്പറേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അടുത്തത് സിവിലിയൻ ഓവർസൈറ്റ് ഓഫ് ദ മിലിറ്ററി. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാനിലൊക്കെ പല സമയത്തും മിലിറ്ററി കൂപ്പ് നടക്കാറുണ്ട്. അല്ലെങ്കിൽ ആക്ച്വലി അവിടെ ഭരിക്കുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന മിലിറ്ററി ആണ്. പ്രധാനമന്ത്രിയെ പോലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിനെ അധികാരത്തിലേറ്റാനും താഴെ ഇറക്കാനും ആർക്ക് കപ്പാസിറ്റി ഉണ്ട്? മിലിറ്ററിക്ക് ഉണ്ട്. അതേപോലത്തെ സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് എവിടെ നിൽക്കുന്നത്? മ്യാൻമറിലുള്ളതും. ഓക്കെ, മ്യാൻമറിലും സിമിലർ സിറ്റുവേഷൻ തന്നെയാണ്. മിലിറ്ററിയാണ് അവിടെ റൂൾ ചെയ്യുന്നത്. അപ്പം ഈ മിലിറ്ററിയെ ഇൻ ചെക്ക്, കാരണം മിലിറ്ററി എന്ന് പറയുന്നത് എന്താണ്? ഒരു അൾട്ടിമേറ്റ് ഫോഴ്സ് ആണ്. ഒരു രാഷ്ട്രത്തിന്റെ അൾട്ടിമേറ്റ് ഫോഴ്സ് ആണ് മിലിറ്ററി എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി അണ്ടർ ദ സിവിലിയൻ ഓവർസൈറ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പോപ്പുലർ സോവറിനിറ്റിയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. കാരണം പരമാധികാരം ആർക്കായിരിക്കണം? ജനങ്ങൾക്കായിരിക്കണം. അപ്പൊ ജനങ്ങളുടെ ഓവർസൈറ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കൺട്രോളിലായിരിക്കണം മിലിറ്ററി ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഇന്ത്യയുടെ കേസിൽ മിലിറ്ററിനെ എങ്ങനെയാണ് ജനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പം ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? MLA അല്ലെങ്കിൽ MP മാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, MLA അല്ലെങ്കിൽ MP മാര് ചേർന്നിട്ട് പ്രസിഡന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രസിഡന്റ് ആണ് സുപ്രീം കമാൻഡർ ഓഫ് ദി മിലിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മിലിറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന സുപ്രീം കമാൻഡറെ ഫൈനലായിട്ട് എലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി എലക്ട് ചെയ്യുന്നത് ആരാണ്? ജനങ്ങളാണ്.
അങ്ങനെയാണ് സിവിലിയൻ ഓവർസൈറ്റ് ഓഫ് ദി മിലിറ്ററി അവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അഡഹറൻസ് ടു ദി ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൈറ്റ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ഹർ ചെയ്യണം. അതായത് അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റണം, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അവകാശങ്ങളെ വകവെച്ച് കിട്ടണം. അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ അപ്ഹോൾഡ് ചെയ്യണം. ഓക്കെ, സോ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കണം. പ്രൊട്ടക്ട്. സോ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അതും എന്താണ്, ഒരു പ്രിൻസിപ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണലിസം ആണ്. ദെൻ റൂൾ ഓഫ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ രാജ്യത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഓക്കെ, ഇപ്പം ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രിക്ക് തോന്നുകയാണ് ഈ രാജ്യത്ത് സിവിൽ സർവീസ് മൊത്തം പിരിച്ചുവിടണം, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഗവൺമെന്റിലെ മുഴുവൻ ആളുകളെയും ഞാൻ പിരിച്ചുവിട്ടിട്ട് പുതിയ എന്റെ ബന്ധുക്കളൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ഗവൺമെന്റിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, റൂൾ ഓഫ് ലോ, നിയമം ഉണ്ടെങ്കിൽ മാത്രം പ്രധാനമന്ത്രിക്ക് അങ്ങനെ ചെയ്യാം. ഇനി പ്രധാനമന്ത്രിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം, പാർലമെന്റ് അതിന് വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാക്കണം, പ്രസിഡന്റ് അതിന് അപ്രൂവൽ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ എല്ലാ സിവിൽ സർവൻസിനെയും പിരിച്ചുവിട്ടുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യാം, പുതിയ ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാം. ഓക്കെ, ബട്ട് ആക്ച്വലി അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കാരണം ഈ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ എന്തുണ്ട്, അവരുടെ പൊസിഷൻ ഉണ്ട്. ഓക്കെ, സിവിൽ സർവൻസിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഇവിടേക്ക് വരുന്ന സമയത്ത് എന്ത് കാര്യമായിരുന്നാലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഞാൻ ഇതുപോലെ വേറൊരു എക്സാമ്പിൾ, ഒരു സുപ്രഭാതത്തില് ഒരു ഗവൺമെന്റ്, ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, വെറുതെ ഒരാളെ പിടിച്ചിട്ട് അയാളെ തൂക്കിക്കൊല്ലാണ്. ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള നിയമം വേണം. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ശിക്ഷ നടത്തിയിട്ടുണ്ട്. അത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ചെറിയ ശിക്ഷയ്ക്കൊന്നും വധശിക്ഷ കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇയാൾ എന്ത് ചെയ്തു, ഇയാൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ ഒരു കടയിൽ കയറിയിട്ട് ആഹാരം മോഷ്ടിച്ചു. അതിന് ഇയാളെ തൂക്കി കൊല്ലാൻ പറ്റുമോ? ഇല്ല, തൂക്കി കൊല്ലാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ട് ഓരോ ശിക്ഷയ്ക്കും അല്ലെങ്കിൽ ഓരോ കുറ്റത്തിനുള്ള ശിക്ഷ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് ഈവൻ ജുഡീഷ്യൽ ആയിരുന്നാൽ പോലും. അപ്പൊ റയറസ്റ്റ് ഓഫ് ദി റയർ കേസിൽ ഒരു ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ഒക്കെ ഇയാൾ കമ്മിറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് കൊടുക്കാം, വധശിക്ഷ കൊടുക്കാം. അതായത് ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, വധശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ എല്ലാ കാര്യവും നിയമം അനുശാസിക്കുന്ന മുറയ്ക്കായിരിക്കണം നടക്കേണ്ടത് എന്ന് പറയുന്നതാണ് റൂൾ ഓഫ് ലോ. ഓക്കെ, സോ റൂൾ ഓഫ് ലോ ആരുടെ ഭരണമാണ്, നിയമത്തിനനുസരിച്ചുള്ള ഭരണമാണ് റൂൾ ഓഫ് ലോ. ദെൻ അടുത്തത് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതായത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫീച്ചറാണ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഗുഡ് ഗവേണൻസിന്റെ 8 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആ 8 ഫീച്ചേഴ്സിൽ ഒന്നാണ് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കോണ്ടക്സ്റ്റലി പറഞ്ഞു എന്ന് മാത്രം, ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഗവർണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതാനുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. പിന്നെ ട്രാൻസ്പെറൻസി, ലൈക്ക് ഒബ്ജക്ടിവിറ്റി, അങ്ങനെ പല ഡിഫറെന്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അവിടേക്ക് എത്തുന്ന സമയത്ത്. ഓക്കെ, ബട്ട് ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഗുഡ് ഗവർണൻസിന്റെയും കൂടെ ഫീച്ചറാണ്. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന്റെയും കൂടെ ഭാഗമാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ആക്ഷന് ജനങ്ങളോട് എന്തായിരിക്കണം, അവര് റെസ്പോൺസിബിൾ ആയിരിക്കണം, അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവരെ പുറത്താക്കാൻ പറ്റണം, അധികാരത്തിൽ നിന്ന് എന്ത് ചെയ്യണം, പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റിനെ പുറത്താക്കുന്നത് എലക്ഷനിലൂടെയാണ്. ഓക്കെ, ഇപ്പൊ കറന്റ് സേ ഫോർ എക്സാമ്പിൾ LDF ഗവൺമെന്റ് ആണ്. ഈ LDF ഗവൺമെന്റ് വേണ്ട രൂപത്തിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഭരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല, അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ, അപ്പം ജനങ്ങളോട് എന്തായിരിക്കണം, അവർ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് നല്ല റോഡുകളുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. കാരണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യില്ല, അടുത്ത തവണ വോട്ട് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിത്വമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് നല്ല ഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. സോ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ. സോ പ്രിൻസിപ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെന്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെന്റ്സ് ആണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസും എലമെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ട്. അപ്പം എന്റെ ഒരു ഫാമിലി ഉണ്ട്, എന്റെ ഫാമിലിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വിസിബിൾ ആയിരിക്കുമോ? മോസ്റ്റ്ലി അത് വിസിബിൾ ആയിരിക്കില്ല, അത് പ്രിൻസിപ്പിൾസ് ആണ്.
അതായത് അത് അംഗീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് ആ ഒരു ഫാമിലി ഫംഗ്ഷൻ ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. അതായത് രാവിലെ എല്ലാവരും എഴുന്നേൽക്കണം, അതൊക്കെ ഒരു പ്രിൻസിപ്പിളാണ്. എന്നാൽ എന്റെ ഫാമിലിയിലെ എലമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോസ്റ്റ്ലി കുറച്ചുകൂടെ എന്തായിരിക്കും, വിസിബിൾ ആയിട്ട് പ്രൊനൗൺസ് ചെയ്തതിലേക്ക് അത് എടുത്തു നിൽക്കുന്നതായിരിക്കും. ഇപ്പം എന്റെ ഫാമിലിയിലെ എലമെന്റ്സ് ആണ് എന്ത്, ഫാദർ, മദർ, ചിൽഡ്രൻസ്, ഇതൊക്കെ എന്താണ്, എന്റെ ഫാമിലിയിലെ എലമെന്റ്സ് ആണ്. ഓക്കെ, സോ അങ്ങനെ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള സാധനത്തിനായിരിക്കും നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ബട്ട് ഈ നിയമത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തന്നെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം പ്രിൻസിപ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കാര്യങ്ങളും, എലമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളായിരിക്കണം എഴുതേണ്ടത്, അല്ലെങ്കിൽ ലൈക്ക് ഇനി പറയുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ആൻസറിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. അതാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് വിസിബിൾ ആയിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ആർട്ടിക്കിൾ 12 to 35. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നുണ്ട്. ഇനി അത് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലോ ആർട്ടിക്കിൾ 32 ഉണ്ട്. അത് പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് സുപ്രീം കോടതിയിൽ റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ലൈക്ക് 226 വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ നമുക്ക് റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ സുപ്രീം കോടതി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും, ഡോണ്ട് വെറി. ഓക്കെ, സോ പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് അതൊരു എലമെന്റ് ആണ്. ജുഡീഷ്യൽ റിവ്യൂ വരുന്നുണ്ട് ആർട്ടിക്കിൾ 32 അഗെയിൻ. ഓക്കെ, ആർട്ടിക്കിൾ 32 ഉണ്ടല്ലോ, ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാം. അപ്പം ഏതെങ്കിലും ഒരാൾ തെറ്റായിട്ട് ഏതെങ്കിലും ഒരു വിങ്, ഇപ്പം ലൈക്ക് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തെറ്റായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അത് പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയാം. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം വോയിഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമം പിന്നെ നിയമത്തിലില്ല, അല്ലെങ്കിൽ അത് പിന്നെ പ്രാബല്യത്തിലില്ല. അതോട് കൂടിയിട്ട് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഇത് പ്രകാരം ഈ ലോ എന്ത് ചെയ്യും, എക്സിസ്റ്റൻസിൽ നിന്ന് ഇല്ലാതാവും. ഓക്കെ, സോ ഇതിനെയാണ് ജുഡീഷ്യറി ആ ഒരു നിയമത്തിനെ പുനഃപരിശോധിക്കുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ, പുനഃപരിശോധന. ഓക്കെ, ജുഡീഷ്യറി ഇത്തരത്തിൽ നിയമങ്ങളെ, പാർലമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെ പുനഃപരിശോധിക്കുന്നതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സെപ്പറേഷൻ ഓഫ് പവർ അതും ഇതിന്റെ ഒരു എലമെന്റ് ആണ്. 3 വിങ്ങുകളായിട്ടായിരിക്കണം ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അതും എന്താണ്, ഇതിന്റെ ഒരു എലമെന്റ് ആണ്. ദെൻ ചെക്സ് ആൻഡ് ബാലൻസ്. ഓക്കെ, ചെക്സ് ആൻഡ് ബാലൻസ്. ചെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടഞ്ഞു നിർത്തുക, ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്ന് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, അതായത് തുലനം ചെയ്ത് നിർത്തണം. അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ചെക്സ് ആൻഡ് ബാലൻസ് ആണ്. അതായത് ലെജിസ്ലേച്ചറിന് എങ്ങനെ വേണമെങ്കിലും നിയമം നിർമ്മിക്കാം. ഓക്കെ, ലെജിസ്ലേച്ചറിന് എങ്ങനെ വേണമെങ്കിലും അവർക്ക് തോന്നിയ പോലെ നിയമം നിർമ്മിക്കാം. അപ്പൊ അവരങ്ങനെ നിയമം നിർമ്മിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു തോന്നിയ പോലെ നിയമം നിർമ്മിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിയമം നിർമ്മിക്കുക എന്ന് പറയുന്ന ആ ഒരു അധികാര ദുർവിനിയോഗത്തിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യൽ റിവ്യൂ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ജഡ്ജസ്. ഓക്കെ, ജഡ്ജസ് ആണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, അടുത്ത സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാറുള്ളത്. ഈ ജഡ്ജസ് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജഡ്ജസ്, കാരണം ഇവർ തന്നെയാണല്ലോ വിധി പറയുന്നത്. അപ്പൊ ആ ജഡ്ജസ് തന്നെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെയല്ലേ വിധി പറയാം. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ശിക്ഷ കിട്ടാതെ വരില്ലേ. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ജഡ്ജസ് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജഡ്ജസിനെ അധികാരത്തിൽ നിന്ന് ആർക്ക് പുറത്താക്കാം, ലെജിസ്ലേച്ചറിന് ജഡ്ജസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാം. ഓക്കെ, ജുഡീഷ്യറിൽ നിന്ന് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പ്രൈം മിനിസ്റ്റർ, ലൈക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ വരുന്ന എക്സിക്യൂട്ടീവിന്റെ കേസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എക്സിക്യൂട്ടീവ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടീവ് ഓർഡിനൻസ്, അവർക്ക് തോന്നിയ പോലെ ഓർഡിനൻസ് അവർ പാസ്സാക്കുകയാണ്. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ പോലും ഒരു 6 മാസത്തേക്ക് മാത്രമേ അതിന്റെ കാലാവധിയുള്ളൂ. ആ 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ 6 മാസത്തിൽ കൂടുതൽ അത് നിലനിൽക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ലെജിസ്ലേച്ചറിന് എന്ത് ചെയ്യാം, ഇതിന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഈ പറയുന്ന 3 വിങ്ങുകളും അവരുടെ അധികാരങ്ങളെ മറ്റു വിങ്ങുകളുടെ അധികാരത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുകയും ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത്. അടുത്തത് ലിമിറ്റഡ് ഗവൺമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗവൺമെന്റിന്റെ, നമ്മൾ നേരത്തെ ഒരു ബ്ലൂ റൗണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഗവൺമെന്റിന്റെ അധികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് വിത്തിൻ ഈ പറയുന്ന ആ ഒരു അധികാരത്തിന്റെ, അല്ലെങ്കിൽ വിത്തിൻ ആ ഒരു ലിമിറ്റിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സെറ്റ് ബൗണ്ടറിയുടെ ഉള്ളിലേക്ക്, വിത്തിൻ ദാറ്റ് സെറ്റ് ബൗണ്ടറി ദ ഗവൺമെന്റ് ക്യാൻ എക്സസൈസ് ഇറ്റ്സ് പവേഴ്സ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റഡ് ഗവൺമെന്റ്. അതേപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, ഓവർ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ല.
അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്, എന്റെ ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനൊരിക്കലും എന്ത് ചെയ്യരുത്, ഗവൺമെന്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്തും ഈ പറയുന്ന ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റൂൾ ഓഫ് ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ലീഗൽ സുപ്രീമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ലോ ആയിരിക്കണം ഏറ്റവും സുപ്രീം ആയിട്ട് നിലനിൽക്കേണ്ടത്. നമ്മൾ പറഞ്ഞ ഈ റൂൾ ഓഫ് ലോയുടെ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് കാര്യവും ചെയ്യേണ്ടത് എന്ന് പറയുമ്പം അവിടെ നിയമം അല്ലെങ്കിൽ ലീഗൽ സുപ്രീമസി അല്ലേ വരുന്നത്, ലോ അല്ലേ ഏറ്റവും ടോപ്പിൽ വരുന്നത്, സുപ്രീമസി എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ. ഓക്കെ, സോ അതും കൂടെ എന്ത് വരുന്നുണ്ട്, എലമെന്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം വരുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഓർഡർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബൈ ലോസ്, ഓർഡിനൻസ്, സ്റ്റേറ്റ് ലോസ്, സെൻട്രൽ ലോസ്, ഏറ്റവും മുകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തന്നെ ആ ഒരു ലീഗൽ സുപ്രീമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഉണ്ടാവേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ലീഗൽ സുപ്രീമസി, ഈ ഒരു ഡൊമിനൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഇസ് ആൻ എലമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയാം. അപ്പൊ അതിന് താഴെയുള്ള എല്ലാം, സ്റ്റേറ്റ് ലോസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഓർഡിനൻസ് ആയിക്കോട്ടെ, സെൻട്രൽ ലോ ആയിക്കോട്ടെ, സെൻട്രൽ ഓർഡിനൻസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന് താഴെയാണ്. ഓക്കെ, സോ അതും കൂടെ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് ഇതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുള്ളത്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട്, അത്യാവശ്യം നല്ല ബുക്ക് സ്റ്റാൾ ആണെങ്കിൽ അവിടെ പോയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുത്ത് തരാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യക്ക് എന്തുണ്ട്, ഒരു വെൽ റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എടുത്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ചില രാജ്യങ്ങൾക്ക് റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, പകരം അവിടെ കൺവെൻഷൻസ് ആണുള്ളത്. ഓക്കെ, കൺവെൻഷൻസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറകളായിട്ട് അവർ നിലനിർത്തി പോരുന്ന ചില ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ അല്ലെങ്കിൽ തലമുറകളായിട്ട് അവർ നിലനിർത്തി പോരുന്ന ചില മെത്തേഡുകളുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കണം അവിടുത്തെ നിയമനിർമ്മാണങ്ങളും ഗവൺമെന്റും ഒക്കെ വർക്ക് ചെയ്യേണ്ടത്. അതിനെയാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് UK എന്ന് പറയുന്നത്. UK ആസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഉള്ളത്. അവിടെ ഒരു കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അതുപോലെ തന്നെ ബാക്കി മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്യണം. എങ്ങനെയാണോ കാലാകാലങ്ങളിലായിട്ട് വർക്ക് ചെയ്തത് അതേ രൂപത്തിൽ തന്നെ ഇനി അങ്ങോട്ടേക്കും വർക്ക് ചെയ്യണം. അത് കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ അൺറിട്ടൺ എന്ന് പറയും. ഓക്കെ, അതിനടുത്തത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം, അതായത് ലെജിസ്ലേച്ചറിന് അവരുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ അത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ. നമുക്കറിയാലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പറയാറുണ്ട് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ എന്ന് പറയാറുണ്ട്. കാരണം ഷെഡ്യൂൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ UKയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടുത്തെ പാർലമെന്റ് കൺവെൻഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ പാർലമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് ആ കൺവെൻഷനിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന ചേഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന ചേഞ്ച് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആയി. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ചില കോൺസ്റ്റിറ്റ്യൂഷൻസ് വളരെ റിജിഡ് ആണ്, അതിൽ അത്ര പെട്ടെന്നൊന്നും ആർക്കും മാറ്റം വരുത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് USA കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഏറ്റവും ഓൾഡസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ ഇന്നും ലോകത്ത് ഏറ്റവും കുറവ് അമെൻമെന്റ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, US കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കാരണം എന്താണ്, അത് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. അത്ര എളുപ്പമൊന്നും ഒരാൾക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇനി ഇന്ത്യയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം, ചില പ്രൊവിഷൻസ് അത്ര എളുപ്പമല്ല. ഓക്കെ, ചില പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യാൻ തന്നെ പറ്റില്ല. ഇനി അഥവാ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് റീസ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം ആർട്ടിക്കിൾ 368 അണ്ടറിൽ ചില പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണ്. ഇനി നമ്മൾ ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഈ ബേസിക് സ്ട്രക്ചറിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് റിജിഡ് ആണ് എന്ന് പറയാം. അത് അത്ര എളുപ്പമൊന്നും ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലെജിസ്ലേച്ചർ ഇതിന് വേണ്ടിയിട്ട് ഒരു നിയമനിർമ്മാണം നടത്തിയാൽ പോലും നാളെ സുപ്രീം കോടതി എന്ത് ചെയ്യും, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, പഴയ സിസ്റ്റം തന്നെ വരും. ഈ ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമം പ്രാബല്യത്തിൽ
വരാതെ ആയിപ്പോവും. അപ്പൊ ഇത്തരത്തില് ബേസിക് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിർത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിജിഡ് ആണ് എന്ന് പറയുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടും പറ്റും. ഇപ്പം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഓക്കെ, ഇവർക്കൊരു റിസർവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിസർവേഷന്റെ പ്രൊവിഷൻ നമുക്ക് കമ്പാരിറ്റീവ് എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ പാർലമെന്റേറിയൻസ് വരുന്നുണ്ട്. ഓക്കെ, അവരുടെ ശമ്പളം കൂട്ടണം. അപ്പൊ നമുക്ക് റീസെന്റ് അറിയാം PSC, അതുപോലെ തന്നെ PSC ചെയർമാൻ, ഇവരുടെ ഒക്കെ ശമ്പളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ഈസിലി അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, ഇത് ആസ് സച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് നിയമപ്രകാരം മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പാർലമെന്റ് അല്ലെങ്കിൽ ലൈക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ UPSCയുടെ കേസിൽ ഇറ്റ് ഇസ് പാർലമെന്റ്. ഓക്കെ, സോ അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഇത്തരത്തിൽ പാർലമെന്ററി മെമ്പേഴ്സിന്റെ സാലറിയും എവിടെ കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് ചില മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ചില ആളുകളുടെ സാലറി ഡീറ്റെയിൽസ് എവിടെ പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ പോയി ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ്. പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്താൽ മതി, ഒരു നിയമം പാസ്സാക്കിയാൽ മതി. ഓക്കെ, ഈ സിമ്പിൾ മെജോറിറ്റി എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പാർലമെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഇത്തരം പ്രൊവിഷൻസിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. മാറ്റം വരുത്താൻ പറ്റാത്തതിനെ റിജിഡ് എന്ന് പറയും. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിക്സ് ആണ്, ഫ്ലെക്സിബിളും ആണ് റിജിഡുമാണ്. ചില പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് ഈസിലി മാറ്റം വരുത്താം, ചിലതൊന്നും അങ്ങനെ മാറ്റം വരുത്താൻ പറ്റില്ല, വളരെ റിജിഡ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്ത ബോഡിയെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 1947 ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ട് ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ രൂപീകരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അണ്ടറിൽ ആരുണ്ടായിരുന്നു, ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നുണ്ട്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഡോക്ടർ BR അംബേദ്കർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമിങ്ങിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ സ്ഥാനം വഹിച്ചത്, ഒരു റോള് വഹിച്ചത് അദ്ദേഹമാണ്, BR അംബേദ്കർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് കംസ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ദെൻ കംസ് ലൈക്ക് ദ drafting committee. Okay, then drafting committee chairman Dr. BR Ambedkar. So the drafting committee has constituted the or like drafted the constitution. Okay, so constituent assembly ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷന് അംഗീകാരം കൊടുക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകാരം കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം. ഓക്കെ, സോ ആരായിരുന്നു അത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. സോ ഹു വാസ് ഇറ്റ്? ഓക്കെ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തതിന് ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷനെ കുറിച്ച് അറിയണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷനെ കുറിച്ചിട്ട് അറിയണം. അപ്പം ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്ന് ഡിമാൻഡ് ചെയ്തത് MN റോയ് ആണ്. ഓക്കെ, നമുക്കറിയാം ബ്രിട്ടീഷ് പോളിസിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു എക്കണോമിക് ക്രിട്ടിക് ഒക്കെ ആയിരുന്നു. ദാദാഭായ് നവറോജിയെ പോലെ തന്നെ ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി, അതുപോലെ തന്നെ എക്കണോമിക് ക്രിട്ടിക് ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തിനെയൊക്കെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് MN റോയ് എന്ന് പറയുന്നത്. ഈ പ്രപ്പോസഡ് ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യണം എന്ന് ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്യുന്നത് 1934 MN റോയ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. രണ്ടാമത്തത് 1935 ആയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലി ഡിമാൻഡഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഈ 1935 ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇനാക്ട് ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഒരു എലാബറേറ്റഡ് ആയിട്ടുള്ള ഇൻഡിജനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഫോം ആണ് ഇന്നത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് 1938 ആയ സമയത്ത് എന്ത് സംഭവിച്ചു, ജവഹർലാൽ നെഹ്റു വൈൽ റെപ്രസെന്റിംഗ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു, he demanded that constitution must be created by a constituent assembly elected through adult franchise. ഓക്കെ, ഇവിടെ എത്തിയ സമയത്ത് ആ കൺസെപ്റ്റ് കുറെ കൂടെ ക്ലിയർ ആയി. പോപ്പുലർ സോവറിനിറ്റി വരുന്നത് നിങ്ങൾക്ക് കാണാം.
അഡൾട്ട് ഫ്രാഞ്ചൈസ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്ടിമേറ്റ്ലി ആരുടെ കൺസെന്റിലായിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിന്റെ ഒരു അടിസ്ഥാന ഓതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ഓതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കണം? ജനങ്ങളായിരിക്കണം, അഡൾട്ട് ഫ്രാഞ്ചൈസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് 1940 ആവുന്നുണ്ട്. അപ്പൊ 1940 ആകുന്ന സമയത്ത് നമുക്കറിയാം ഗ്ലോബലി വേൾഡ് വാർ 2 എന്ത് ചെയ്തിട്ടുണ്ട്? പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും. അപ്പൊ വേൾഡ് വാർ 2 നടക്കുന്നുണ്ട്. 1939 ഒക്കെ ആയതോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 1939 ആയതോട് കൂടിയിട്ട് തന്നെ വേൾഡ് വാർ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അപ്പൊ 1940 ആയ സമയത്ത് ഈ വേൾഡ് വാറിൽ ബ്രിട്ടന്റെ സ്ഥിതി അത്ര നല്ലതൊന്നുമല്ല. അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് വേണം? ഇന്ത്യയുടെ സപ്പോർട്ട് വേണം. അപ്പൊ നമുക്കറിയാം 1930 തന്നെ ഇന്ത്യയോട് ചോദിക്കാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവര് ഇന്ത്യയെ ഈ വാറിന്റെ ഭാഗമാക്കിയത്, ഈ യുദ്ധത്തിന്റെ ഭാഗം ആക്കിയതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർക്ക് പ്രൊട്ടസ്റ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഡിഫറെന്റ് റീസൺസ് ഉണ്ട്. അതിലൊരു റീസൺ എന്ന് പറയുന്നത് വേൾഡ് വാറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യനെയും കൂടെ അവരുടെ ഭാഗമാക്കി എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും അതേ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് അവർക്ക് സെക്യൂർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില ഓഫറുകളൊക്കെ അവർ മുന്നോട്ടേക്ക് വെക്കുകയാണ്. അങ്ങനെ അവർ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഓഫറാണ് 1914 ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓഗസ്റ്റ് ഓഫർ പ്രകാരം ഇൻഡിപെൻഡൻസിന് ശേഷം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യാം? ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒക്കെ രൂപീകരിക്കാം എന്ന് പറയുന്നത് ആര് അംഗീകരിച്ചു? ബ്രിട്ടീഷ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇൻഡിപെൻഡൻസ് ഒന്നും അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അവർ അംഗീകരിച്ച് തന്നിട്ടില്ല. എന്നിരുന്നാലും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് അവരെന്ത് ചെയ്തു? അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് 1942 ആകുന്ന സമയത്ത് ക്രിപ്സ് മിഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയാറുണ്ട് ബാക്ക് ഡേറ്റഡ് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുള്ള ക്രിപ്സ് മിഷൻ അല്ലെങ്കിൽ ക്രിപ്സ് പ്രപ്പോസൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ പഠിക്കും. Then Cripps proposal suggested drafting an independent constitution post World War II. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാം എന്നത് ആര് പറഞ്ഞു? ക്രിപ്സ് മിഷൻ പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത് ആരുണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യാം? രൂപീകരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചിലപ്പോൾ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ആരായിരിക്കാം? ബ്രിട്ടീഷേഴ്സ് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് കുറെ കൂടെ പ്രാതിനിധ്യം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികാരം തരാം എന്നുള്ള രൂപത്തിലേക്ക് അവർ വീണ്ടും എന്ത് ചെയ്തു? വരുന്നുണ്ട്. ഇനി 1945 ഒക്കെ ആയി. അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്തു. ബട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹ്യൂജ് ലോസ് ഒക്കെ വന്നു, അവർ വീക്കൻ ആയിട്ടുണ്ട്. അങ്ങനെ 1946 അടുത്ത വർഷം ആകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരികയാണ്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നുണ്ട്. ദാറ്റ് പ്രപ്പോസ്ഡ് എ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. എന്തുകൊണ്ട് ഇത് സിംഗിൾ? കാരണം എന്താണ്? ആ സമയത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവർ തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടെറിട്ടറി വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു യൂണിഫൈഡ് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റും പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് എന്റിറ്റീസിനും കൂടെ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രണ്ട് രാഷ്ട്രത്തിനും കൂടെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രപ്പോസലാണ് ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നത്? മുന്നോട്ടേക്ക് വെക്കുന്നത്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല? മുസ്ലിം ലീഗ് ഒന്നും ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. സെപ്പറേറ്റ് പാകിസ്ഥാൻ വേണം എന്നുള്ളൊരു ഡിമാൻഡിലൊക്കെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 1934, 1935, 38, 40, 42 അങ്ങനെ ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ടൈം ലൈൻ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അങ്ങനെ 1946 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്യാബിനറ്റ് കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് 1946 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് അതെന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ്. ഓക്കെ, അപ്പൊ അത് പോരാ, പാകിസ്ഥാന് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഇന്ത്യക്ക് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അതുപോലെ ലൈക്ക് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് പാകിസ്ഥാൻ വേറെ ആയിരിക്കണം, ഇന്ത്യ വേറെ ആയിരിക്കണം. ഈ ഒരു ഡിമാൻഡിലാണ് ആര് നിൽക്കുന്നത്? മുസ്ലിം ലീഗ് നിൽക്കുന്നത്. ഓക്കെ, അതായത് ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അവർക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇനി വീണ്ടും 11th December 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ചെയർമാൻ ഓഫ് ദി Constituent Assembly, elected as the president. Then Dr. Sachidananda Sinha, the oldest member, become the temporary chairman. Okay,
ദെൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് HC മുഖർജിയും അതുപോലെ തന്നെ VT കൃഷ്ണമാചാരിയും എന്ത് ചെയ്തു, എലക്ട് ചെയ്യപ്പെട്ടു. എന്തിന്റെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓൾഡസ്റ്റ് മെമ്പർ ആരായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, സോറി, വൈസ് ചെയർമാൻ. ദെൻ വൈസ് പ്രസിഡന്റ്സ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ HC മുഖർജി അതുപോലെ തന്നെ VT കൃഷ്ണമാചാരി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കേണ്ടതാണ്. ദെൻ അടുത്തത് 1946 13th ഡിസംബറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. കാരണം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുള്ള എന്തെല്ലാം പ്രൊവിഷൻസ് ആണ് നമ്മുടെ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പ്രിലിംസിലും മെയിൻസിലൊക്കെ ആ ചോദ്യം എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് രൂപത്തിൽ ആ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത്, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, വിച്ച് among the following is considered as the philosophical and the ideological foundation of the constitution? അതിൽ ഒരു ഓപ്ഷൻ എന്തായിരിക്കാം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരിക്കാം. വേറൊരു ഓപ്ഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആയിരിക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടി. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ. ഫിലോസഫി എന്ന് പറയുന്നത് ലൈക്ക് US കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, സോ അതിലെ ഫിലോസഫി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ ഡിഫറെന്റ് രൂപത്തിലെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ USSR കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. കാരണം USSR കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിലോസഫീസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ലൈക്ക് കൺസെപ്റ്റ് ഓഫ് ദി ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ എടുക്കുന്നത് എവിടുന്നാണ്, USSR എന്നാണ്. അപ്പൊ അതോടൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഫൗണ്ടേഷൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുള്ള എന്തെല്ലാം പ്രൊവിഷൻസ് നമ്മുടെ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇസ് കോൾഡ് ആസ് ദ ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ ഒരു ആൻസർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫണ്ടമെന്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദി ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ഐഡിയാസും ഫിലോസഫീസും ഒക്കെ എന്തിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ എന്തൊക്കെയാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫൗണ്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് പ്രിയമ്പിൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയമ്പിളിന് സമാനമായിക്കൊണ്ട് ഒരു പ്രിയമ്പിൾ എന്തുണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇതെല്ലാം സിറ്റിസൺസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തണം എന്ന് എവിടെ പറയുന്നുണ്ട്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് എന്ത് ചെയ്യുന്നുണ്ട്, പീപ്പിൾ ഷുഡ് ബി ദ സോഴ്സ് ഓഫ് പവർ, പരമാധികാരം, സോവർണിറ്റി അല്ലെങ്കിൽ പോപ്പുലർ സോവർണിറ്റി. പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തത് ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് ഐഡിയാസ്. ഇത് നമുക്ക് എവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ആർട്ടിക്കിൾ 19 ക്ലോസ് 1A വരുന്നുണ്ട്. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതിൽ വരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ഐഡിയാസ്. ഓക്കെ, ലിബർട്ടി ഓഫ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബർട്ടി ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് എവിടെ കവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് A എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇതേ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ റെസ്ട്രിക്ഷൻസ് 19 ക്ലോസ് 2 കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതും ഓർത്തു വെക്കണം. ദെൻ ഇന്ത്യ ടു ബി സോവറിൻ ആൻഡ് ഇൻഡിപെൻഡന്റ്, ഇന്ത്യക്ക് എന്ത് വേണം, പരമാധികാരം വേണം. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് നിൽക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റണം. ദെൻ അഡ്വാൻസ്മെന്റ് ഓഫ് പീസ് ആൻഡ് വെൽബീങ്, സമാധാനവും അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ദെൻ പ്രൊട്ടക്ഷൻ ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് എത്തിക് ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ്. ഓക്കെ, അതായത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ജനങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെയും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെ വരുന്നുണ്ട്, ആർട്ടിക്കിൾ 25 വരുന്നുണ്ട്. 29 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയസ് മൈനോറിറ്റി, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മൈനോറിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇനി അതല്ലാതെ നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി വരുന്നുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ എന്ത് വരുന്നുണ്ട്, എസ് ടി വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിക് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട്, അതുപോലെ ലൈക്ക് മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ആണ്. അപ്പൊ ഇതെല്ലാം എവിടെ കവർ ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം വൈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇസ് കോൾഡ് ആസ് ദി ഫിലോസഫി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you should state this because objective resolution covers the provisions like foundation for the constitution's preamble, social justice and economic justice, people will be the soul or like the authority of the power, then liberty of thought and expression, like the idea that India should be sovereign and independent, and promotion of the peace and well-being, protection of the underprivileged group or like the minority group, which later adopted in the Indian constitution also under the different provisions like fundamental rights. എന്ന് പറയുന്ന രൂപത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിയമ്പിൾ എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, DPSP. കാരണം സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് കവർ ചെയ്യുന്നത് DPSP-ലാണ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് കവർ ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റിലാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബീങ് കവേർഡ് അണ്ടർ ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിയമ്പിൾ ആൻഡ് DPSP ഓഫ് ദി മോഡേൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ദെൻ ചിലപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് ഡ്യൂറിംഗ് ഇന്ത്യസ് ട്രാൻസിഷൻ ടു ഇൻഡിപെൻഡൻസ് ആൻഡ് ഇറ്റ്സ് ഏർലി ഇയേഴ്സ്? എന്തൊക്കെ വരുന്നുണ്ട്? The national flag of India was adopted by Constituent Assembly on 22nd July 1944. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ഇത് തന്നെയാണോ? രണ്ടാമത്തത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണോ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്? ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ശേഷം ഇലക്ഷൻ നടന്നിട്ട് ഫസ്റ്റ് പാർലമെന്റ് ആയിരിക്കാം. ഓക്കെ, ഫസ്റ്റ് പാർലമെന്റിന് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യാലോ. അപ്പോൾ ആരാണ് ഇത് ചെയ്തത്? അതല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെയാണോ? അപ്പൊ അതൊരു ചോദ്യമാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഓൺ 15th August 1947 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൊമിനിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഡെഫിനറ്റ്ലി അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കാരണം അവിടെ എന്തുണ്ട്, പാർട്ടീഷൻ നടന്നിട്ടുണ്ട്. Then in May 1949, the Constituent Assembly ratified India's membership in Commonwealth. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണോ ചെയ്തത്? ഇനി അതല്ല, ഇന്ത്യയുടെ മെമ്പർഷിപ്പ് ഇൻ കോമൺവെൽത്ത് അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. ഇനി അത് ചെയ്ത ഡേറ്റ് ഇത് തന്നെയാണോ? അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് രീതിയിലെ കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഞാൻ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ചോദ്യം തരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കാനാണ്. എക്സാം സ്പെസിഫിക്കിന്റെ വെരി വെരി റെലവെന്റ് അല്ലാത്ത ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഒരു കാരണവശാലും മിസ് ചെയ്യാനും പാടില്ല. ഡെഫിനറ്റ് ആയിട്ടും അത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നമുക്ക് വരാം. 22nd July 1947 നാഷണൽ ഫ്ലാഗ് ആര് അഡോപ്റ്റ് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ റോങ് വരുത്തിയിട്ടില്ല. 15th August 1947 ട്രാൻസ്ഫർ ഓഫ് പവർ എസ്റ്റാബ്ലിഷ് ദ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇവിടെ എന്ത് സംഭവിച്ചു? പാർട്ടീഷൻ സംഭവിച്ചു. Then May 1949 Constituent Assembly ratified India's membership in Commonwealth. ഓക്കെ, ഏകദേശം 108ഓളം രാജ്യങ്ങൾ വരുന്ന കോമൺവെൽത്തിൽ ഇന്ത്യയും ഒരു മെമ്പറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, വാട്ട് ഈസ് കോമൺവെൽത്ത്? കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഡിഫറെന്റ് കൺട്രീസ് ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തില് ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളും ബ്രിട്ടനും ചേരുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, അതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. കാരണം വി ഓൾ ഷെയർസ് എ കോമൺ ഹിസ്റ്ററി. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിപ്ലോമസി സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു തോട്ട് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, വി ഡിഡ്ന്റ് ബാക്ക് ഔട്ട് ഫ്രം ദിസ് കോമൺവെൽത്ത്. അടുത്തത് 26th November 1949 കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ആൻഡ് ഇനാക്റ്റഡ്. സോ 1949 പാർഷ്യൽ ആയിട്ടാണെങ്കിൽ കൂടി ഫോർ ദ ഫസ്റ്റ് ടൈം കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യപ്പെടുന്നത്. അടുത്തത് 26th January 1950 കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് മേക്കിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യ ആസ് റിപ്പബ്ലിക്. അതുകൊണ്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് 1950. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ടൈം ഇനാക്ട് ചെയ്തത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ November 26 ആണ്. വെൻ ഡിഡ് ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26th January ആണ്. രണ്ടും മറക്കാൻ പാടില്ല. ഓക്കെ,
ദെൻ അടുത്തത്, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് അറിയാം. നമ്മൾ നേരത്തെ ആ ഒരു കണ്ടിന്യൂഷനിൽ അങ്ങനെ വന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നാണ്? ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നവംബർ 1946 ആണ്. ഫോംഡ് അണ്ടർ ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഓക്കെ, 1946 ഞാൻ പറഞ്ഞു 1945 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ എൻഡ് ചെയ്യുന്നുണ്ട്, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നുണ്ട്. സോ ആ മിഷൻ പ്ലാനിന്റെ അണ്ടറിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒക്കെ വരുന്നത്. അതിന്റെ ഫസ്റ്റ് സിറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, 13th ഡിസംബർ ഒക്കെ ആകുന്ന സമയത്താണ് അതിന്റെ സിറ്റിംഗും ഫർദർ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ പിന്നീട് നടക്കുന്നത്. ദെൻ സ്ട്രെങ്ത്, ടോട്ടൽ ആയിട്ട് 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 296 ഫ്രം ദി ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് 93 ഫ്രം ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഓക്കെ, നമുക്കറിയാം 1857 റിവോൾട്ടിന് ശേഷം പിന്നീട് കാണുന്നത് ഡീസെൻട്രലൈസേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നീട് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് ഇന്ത്യൻ ടെറിട്ടറീസ് ഒന്നും ബ്രിട്ടീഷ് ഭരണത്തിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നീട് അവരുടെ അധികാര പരിധിയിൽ വരുന്ന രാജ്യങ്ങളെ മുഴുവൻ അവർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആക്കി വെക്കുകയാണ് ചെയ്തത്. സാമന്ത രാജ്യങ്ങളായിട്ട്, അവർക്ക് കപ്പം കൊടുക്കുന്ന, നികുതി കൊടുക്കുന്ന, അവർ പറയുന്നത് പോലെ നിൽക്കുന്ന രാജ്യങ്ങളായിട്ട് അടിമപ്പെടുത്തി വെക്കുകയാണ് ചെയ്തത്. അവിടുത്തെ റൂളേഴ്സിനൊന്നും എന്ത് ചെയ്തിട്ടില്ല, പുറത്താക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ രൂപത്തിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലാർജ് ഏരിയ 296 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് തന്നെയായിരുന്നു. ഇനി അതേപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ സപ്പോർട്ടും വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 93 മെമ്പേഴ്സിന് ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നും റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരിക എന്ന് വിചാരിക്കുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. അതായത് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹാഡ് എ സ്ട്രെങ്ത് ഓഫ് 389 മെമ്പേഴ്സ് ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 296 ആണ്. ഇങ്ങനെയൊക്കെ ചോദ്യം ടെസ്റ്റഡ് ആയിട്ട് വരാം. സോ എവറി നമ്പേഴ്സ് മാറ്റേഴ്സ് ഹിയർ. ഓക്കെ, അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യ 292 മെമ്പേഴ്സ് ഫ്രം 11 ഗവർണേഴ്സ് പ്രൊവിഷൻസ് ആൻഡ് 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്. ഓക്കെ, സോ ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ, പഞ്ചാബ്, ദെൻ ലൈക്ക് ബംഗാൾ, ഓക്കെ, ദെൻ ലൈക്ക് ബോംബെ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റീജിയൻസ് ആയിട്ട് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തതിലെ 292 മെമ്പേഴ്സിന് സെലക്ട് ചെയ്യപ്പെടുന്നത് 4 ഗവർണർ പ്രൊവിൻസിൽ നിന്നാണ്. അതുപോലെ 4 പേര് എവിടെ നിന്നാണ് വരുന്നത്, ദെൻ ആൻഡ് 4 ചീഫ് ഗവർണേഴ്സ് പ്രൊവിൻസസ്. ഓക്കെ, സോ ഇങ്ങനെ 2 ഏരിയാസ് ഉള്ളതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ മെമ്പേഴ്സ് വർ പാർഷ്യലി എലക്റ്റഡ്. ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നുള്ള മെമ്പേഴ്സിനെ പാർഷ്യലി എലക്ട് ചെയ്തതായിരുന്നു. എന്നാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള മെമ്പേഴ്സിനെ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ നോമിനേറ്റ് ചെയ്തതാണ്. മെമ്പേഴ്സ് ആർ ഇൻഡയറക്ട്ലി എലക്ടഡ് ബൈ ദി പ്രൊവിൻഷ്യൽ അസംബ്ലി മെമ്പേഴ്സ്. കാരണം എന്താണ്, ഈ പറയുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസിലേക്കൊക്കെ ആ സമയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബൈക്യാമറലിസം, ഡയാർക്കി ഒക്കെ വരുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, സോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്ട്ലി മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ മെമ്പേഴ്സ് ആർ ഇൻഡയറക്ട്ലി എലക്ടഡ് ബൈ ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിലേക്ക് മെമ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് എലക്ട് ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഡയറക്ട്ലി എലക്ടഡ് ഉണ്ട്, ഇൻഡയറക്ട്ലി എലക്ടഡ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് സെലക്ട് അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള ഫാക്ടും കൂടെ ഓർത്ത് വെക്കുക. മഹാത്മാഗാന്ധി ഡിഡൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. മഹാത്മാഗാന്ധി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും പങ്കെടുത്തിട്ടില്ല. അതേപോലെ നമ്മൾ ലൈക്ക് മോഡേൺ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് 1, 2, 3 ഇങ്ങനെ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇതിൽ ഏതിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്? ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. സോ ഏത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. 93 സീറ്റ്സ് അലോട്ടഡ് ടു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് റിമൈൻഡ് അൺഫിൽഡ് ആസ് ദേ ഓപ്റ്റഡ് ഔട്ട്. അപ്പൊ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ അലോട്ട് ചെയ്ത 93 സീറ്റ്സിൽ ദാറ്റ് റിമൈൻഡ് അൺഫിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ എന്ത് ചെയ്തു, അവരുടെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തു. ഓക്കെ, ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നോമിനേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മുടെ ട്രാവൻകൂർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം ആ സമയമാകുമ്പോഴേക്കും തിരുക്കൊച്ചിയൊക്കെ ഫോർമേഷൻ വരുന്നുണ്ട്. നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കും. ഓക്കെ,
സോ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിൽ ആവുന്നുണ്ട്. ഓക്കെ, ഒരു ഹാഫ് ഫിൽഡ് ആയിരുന്നു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ്. അപ്പൊ ഈ 93 മെമ്പേഴ്സ് അൺഫിൽഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് രണ്ടുപേരും നോട്ടബിൾ ആബ്സെൻസ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പേഴ്സണൽസ് ആരൊക്കെയാണ്? ചിലപ്പം പലപ്പോഴും ക്വിസ് മത്സരങ്ങളിലും അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ PSCയുടെ ഒക്കെ ലോവർ ലെവൽ എക്സാമുകളിലൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? അത് സർ BN റാവു ആയിരുന്നു. രണ്ടാമത്തത് സെക്രട്ടറി ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരായിരുന്നു? അത് HVR അയ്യങ്കർ ആയിരുന്നു. ദെൻ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആരായിരുന്നു? അത് SN മുഖർജിയാണ്. ദെൻ അടുത്തത് പ്രേം ബിഹാരി റായ്സാദ, ഹി വാസ് ദി കാലിഗ്രാഫർ. ഓക്കെ, സോ അവർ റൈറ്റിംഗ്, നിങ്ങൾക്ക് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളും ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാം, വളരെ രസമായിട്ട് ചിത്രം വരയ്ക്കുന്നത് പോലെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാലിഗ്രാഫർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വാസ് പ്രേം ബിഹാരി റായ്സാദ. ഓക്കെ, അടുത്തത് നന്ദലാൽ ബോസ് ആൻഡ് BR സിൻഹ, റെസ്പോൺസ് ഫോർ ഡെക്കറേറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ഈവൻ ഓൾഡ് ആയിട്ടുള്ള ചില റൂളേഴ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡ്രോയിങ്സ്, ആ ഒരു ചിത്രം, അതാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദലാൽ ബോസും അതുപോലെ തന്നെ BR സിൻഹയുമാണ്. ദെൻ ഹിന്ദി കാലിഗ്രാഫി ആരാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വസന്ത കൃഷ്ണ വൈദ്യാണ് ആൻഡ് ഇലുമിനേറ്റഡ് ബൈ നന്ദലാൽ ബോസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കീ പേഴ്സണൽസ്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കീ പേഴ്സണൽസിനെ മാത്രം നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, മറന്നു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് വരുന്ന വുമൺ പാർട്ടിസിപ്പേഷൻസ് ആരൊക്കെയാണ്? അതും ചോദ്യങ്ങൾ വരാം. ഹു അമംഗ് ദ ഫോളോയിങ് വുമൻസ് ഓർ ഹു അമംഗ് ദ ഫോളോയിങ് വേർ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വരാം. എന്നിട്ട് വുമൺ പാർട്ടിസിപ്പേഷനുള്ള മെമ്പേഴ്സിന് നിങ്ങൾക്ക് തരാം. എന്നിട്ട് 1, 2, 3 അല്ലെങ്കിൽ 1, 3, 2 and 3 എന്നുള്ള രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരാം. അങ്ങനെ വരുന്ന സമയത്ത് തെറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. സോ ഇനീഷ്യലി 15 മെമ്പർ സ്ട്രെങ്ത് ആയിരുന്നു, പിന്നീട് ലൈക്ക് രണ്ടുപേരും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് G ദുർഗാബായ് വരുന്നുണ്ട്, രണ്ടാമത്തത് അമ്മു സ്വാമിനാഥൻ വരുന്നുണ്ട്, ദെൻ അമൃത് കൗർ വരുന്നുണ്ട്, ദെൻ ദാക്ഷായണി വേലായുധം വരുന്നുണ്ട്. ഓക്കെ, ദാക്ഷായണി വേലായുധൻ നമ്മൾ ഡിസ്കസ് ചെയ്യും, ദാക്ഷായണി വേലായുധൻ. ദെൻ ഹംസ മേത്ത വരുന്നുണ്ട്, രേണുക റായ് വരുന്നുണ്ട്, സുജേത കൃപലാനി വരുന്നുണ്ട്, പൂർണിമ ബാനർജി വരുന്നുണ്ട്. ദെൻ അടുത്തത് ബീഗം ക്വാദ്സിയ ഐസാസ് റസൂൽ. ഓക്കെ, ബീഗം ക്വാദ്സിയ വരുന്നുണ്ട്. ദെൻ കമല ചൗധരി വരുന്നുണ്ട്, ആൻഡ് ഫൈനലി ആനി മസ്കരിൻ വരുന്നുണ്ട്. ഓക്കെ, ആനി മസ്കരിൻ വരുന്നുണ്ട്. ഓക്കെ, സോ തിരുവനന്തപുരത്ത് എവിടെയാണ് ആനി മസ്കരിന്റെ സ്റ്റാച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സോ എവിടെയാണ് തിരുവനന്തപുരത്ത് ആനി മസ്കരിൻ? ഓക്കെ, ലൈക്ക് തിരുവനന്തപുരം ഞാൻ ഓൾറെഡി പറഞ്ഞു, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് ചോദിക്കായിരുന്നു. ഓക്കെ, സോ എവിടെയാണ് കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ദാക്ഷായണി വേലായുധൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുലയ സഭയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, ഒരു അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിലെ ഭാഗമായിട്ടുള്ള, അപ്പൊ നമ്മൾ BR അംബേദ്കറിനൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് ആര്, ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഈ പുലയ സമുദായത്തിൽ നിന്നുള്ള ഫസ്റ്റ് ഗ്രാജുവേറ്റും കൂടിയാണ് ആരെന്ന് പറയുന്നത്, ദാക്ഷായണി. ഇനി പുലയ മഹാസമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ പുലയ സമുദായത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഫസ്റ്റ് സയൻസ് ഗ്രാജുവേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ദാക്ഷായണിയാണ്. ഇതൊക്കെ കേരള ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. കേരള ഹിസ്റ്ററിയിലെ കോൺട്രിബ്യൂഷൻ, ലൈക്ക് വുമൻസിന്റെ കോൺട്രിബ്യൂഷൻ, പാർട്ടിസിപ്പേഷൻ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. അപ്പം ദാക്ഷായണി വേലായുധൻ ഒരു ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്. ചിലപ്പോൾ ഇത് മാത്രമായിട്ടും ചിലപ്പോഴൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനടുത്തത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് അതിലേക്ക് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിരുന്നില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിക്ക് ഓരോ ഹെഡുകൾ ഉണ്ടായിരുന്നു. അപ്പം ഏത് ഹെഡിന്റെ അണ്ടറിലാണ് ഒരു കമ്മിറ്റി വന്നത്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ ഹെഡ് ചെയ്തത് ആരാ, ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് ജവഹർലാൽ നെഹ്റു. ഇനി പറയാൻ പോകുന്ന കമ്മിറ്റികളൊക്കെ ഹെഡ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് യൂണിയൻ പവർ കമ്മിറ്റി. ഓക്കെ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നല്ലോ, അപ്പൊ പവർ. ഓക്കെ, പ്രൈം മിനിസ്റ്റർക്കാണ് ഏറ്റവും കൂടുതൽ പവർ വരുന്നത്. സോ യൂണിയൻ പവർ കമ്മിറ്റി കൺട്രോൾ ചെയ്ത അല്ലെങ്കിൽ ഹെഡ് ആരായിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ദെൻ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ദെൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി. ഓക്കെ, നമ്മുടെ ഇനീഷ്യലി സ്റ്റേറ്റ്സിനെ എല്ലാത്തിനെയും കൂടെ റീഓർഗനൈസ് ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നത് ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ്, ജവഹർലാൽ നെഹ്റു.
ഓക്കെ, സോ പ്രധാനമായിട്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ് വരുന്നത്, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു. ഇവരുടെ ഒരു എഫേർട്ടിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ബിക്കം യൂണിഫൈഡ്. അപ്പൊ ആ സ്റ്റേറ്റ്സിനെ യൂണിഫൈ ചെയ്തു. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, പവർ കമ്മിറ്റി. ഓക്കെ, സോ ഇതൊക്കെ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, പവർ, സ്റ്റേറ്റ്, ഇത് മൂന്നും വരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ അണ്ടറിലാണ്. പിന്നെ അടുത്തത് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും, ഇത് രണ്ടും വരുന്നത് രാജേന്ദ്ര പ്രസാദിന്റെ അണ്ടറിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയും അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സും, ഇത് രണ്ടും ഹെഡ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇത് ഹെഡ് ചെയ്തിരുന്നത് JB കൃപലാനി ആയിരുന്നു. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഹെഡ് ചെയ്തത് JB കൃപലാനി ആയിരുന്നു. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം, ഇതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ മൈനോറിറ്റി സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു, അത് ഹെഡ് ചെയ്തത് HC മുഖർജിയാണ്. ഓക്കെ, സോ HC മുഖർജി, ഈ പേര് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞ സമയത്ത്, ഓക്കെ, സോ അതില് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ വൈസ് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ലൈക്ക് വൈസ് പ്രസിഡന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയുന്ന മെമ്പേഴ്സിൽ ആരായിരുന്നു HC മുഖർജി എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ അടുത്ത കുറച്ച് മേജർ കമ്മിറ്റീസും കൂടെ ഉണ്ട്, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്നെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ചു വെക്കുക. കാരണം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഓവറായിട്ട് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതില്ല. ബട്ട് ഇതിൽ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക, SK ദർ എന്ന് പറയുന്നത് ഓക്കെ, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ആണ്. നമുക്കറിയാം സ്റ്റേറ്റ് റീഓർഗനൈസേഷന്റെ സമയത്ത് 3 കമ്മിറ്റീസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ദർ കമ്മിറ്റി വരുന്നുണ്ട്, പിന്നീട് JVP കമ്മിറ്റി വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, ഫസൽ അലി കമ്മിറ്റി വരുന്നുണ്ട്. ഇതിൽ ഫൈനൽ ആയിട്ട് ഫസൽ അലി കമ്മിറ്റി 1953 to 56. ഈ ഫസൽ അലി കമ്മിറ്റിയുടെ ആ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് പിന്നീട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഒക്കെ നടക്കുന്നത്. ഈ ഫസൽ അലി കമ്മീഷനിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, ആ മലയാളിയുടെ പേരെന്താണ്? ഓക്കെ, സോ ഒരു മലയാളി ഉണ്ടായിരുന്നു, ഒരു പണിക്കർ, അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നുള്ളത് ഫുൾ നെയിം ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഷോർട്ട് നെയിം അല്ല. ആ ഫുൾ നെയിം എന്തായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ കമന്റ് ചെയ്യാം. രണ്ടാമത്തെ ഒരു മെമ്പറും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ കുൻസ്രു. ഓക്കെ, സോ മലയാളി ആരായിരുന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം. JVP എന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു വരുന്നുണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ വരുന്നുണ്ട്, പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, പട്ടാഭി സീതാരാമയ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, സോ പട്ടാഭി സീതാരാമയ്യ. അപ്പം പട്ടാഭി സീതാരാമയ്യയുടെ പരാജയം എന്റെ പരാജയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഓക്കെ, ജസ്റ്റ് ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ദെൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് രൂപീകരിച്ച കമ്മിറ്റി ദർ കമ്മിറ്റി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിന് കാരണം ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷന്റെ ഹെഡ് ആയിട്ട് വരുന്നത് SK ദർ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതിന്റെ ഹെഡ് ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് ആരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BR അംബേദ്കർ ആണ്. ഓക്കെ, അപ്പൊ ഒന്നും കൺഫ്യൂഷൻ ആവേ മാറി ഒന്നും ചെയ്യരുത്, ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതിനടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. കാരണം ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഓരോന്നോരോന്ന് മെൻഷൻ ചെയ്യാം. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് പാർട്ടുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലി ഒരു 22 പാർട്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്, 25 പാർട്സ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് പിന്നീട് 12 ഷെഡ്യൂളുകളൊക്കെ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പാൻഡഡ് ആവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, നമുക്കത് ചേഞ്ച് ചെയ്യാം. ഓവർ ദ ടൈം അത് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസിന് വിധേയമായിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ പാർട്ടും അതുപോലെ തന്നെ അതുമായിട്ട് കറസ്പോണ്ട് ചെയ്തു വരുന്ന ആർട്ടിക്കിൾസ്, അതിൽ മെൻഷൻ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഏത് പാർട്ടിലാണ് ഓരോന്ന് വരുന്നത് എന്നുള്ളത്. ദെൻ പാർട്ട് 1. പാർട്ട് 1 ആർട്ടിക്കിൾ 1 to ആർട്ടിക്കിൾ 4 ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതല്ല യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ് വരുന്നത്. ഓക്കെ, സോ എവിടെയാണ് ഭാരതിനെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു യൂണിയൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? സോ ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇറ്റ് ഈസ് നോവർ മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യനെ കൺസിഡർ ചെയ്യുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ്. ഓക്കെ, സോ ഇതൊക്കെ മെൻഷൻ ചെയ്യുന്ന എവിടെയാണ്, ആർട്ടിക്കിൾ 1 to 4 പാർട്ട് 1 കവർ ചെയ്യുന്നത്.
ദെൻ പാർട്ട് 2ലേക്ക് വരുമ്പം 5 to 11 ആണ് വരുന്നത്. അവിടെയാണ് സിറ്റിസൺഷിപ്പ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ സിറ്റിസൺഷിപ്പിന് മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന പാർട്ട് 2ലാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സിറ്റിസൺഷിപ്പിന്റെ അക്വസിഷൻ, ടെർമിനേഷൻ, റിനൗൺസിയേഷൻ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ദെൻ പാർട്ട് 3ലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 12 to 35 എന്തിന്റെ അണ്ടറിൽ വരുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ പാർട്ട് 4ലേക്ക് വരുന്ന സമയത്ത് 36 to 51 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഈസ് ഗിവൺ അണ്ടർ ദ DPSP. അപ്പം ജനങ്ങളുടെ ഇത്തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് സ്റ്റേറ്റിനുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതാണ് DPSP എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പാർട്ട് 4A. കണ്ടോ, ഇത് പാർട്ട് 4 കഴിഞ്ഞിട്ട് ലൈക്ക് 4 കഴിഞ്ഞിട്ട് 5 അല്ല വരുന്നത്, 4 കഴിഞ്ഞ് 5 അല്ല വരേണ്ടത്, പക്ഷെ ഇവിടെ 4A ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല, 4ന്റെയും 5ന്റെയും ഇടയ്ക്ക് പിന്നെ ആഡ് ചെയ്തതാണ്. ഓക്കെ, അതായത് അമെൻഡ് ചെയ്ത് ലൈക്ക് നമ്മൾ ആഡ് ചെയ്താണ്, കയറ്റിയതാണ്. ഇവിടെ 51 കഴിഞ്ഞാൽ 52ന് പകരം 51A ആണ് വരുന്നത്. അപ്പം പാർട്ട് 4A 51A വരുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ USSR അല്ലെങ്കിൽ റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ എന്നെല്ലാം നമുക്ക് പറയാം. ഓക്കെ, പാർട്ട് 4A 51A കവർ ചെയ്യുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓർത്തു വെക്കേണ്ടതാണ്. നമ്മുടെ രാഷ്ട്രത്തിനോട് നമുക്കുള്ള കടമകളെ കുറിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ മുമ്പത്തെ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എങ്ങനെ പഠിച്ചു വെക്കണം എന്നുള്ളതിനുള്ള കോഡൊക്കെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ആർട്ടിക്കിൾ 51A ക്ലോസ് H ഇതെന്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? ഹ്യൂമാനിസം ആൻഡ് സയന്റിഫിക് ടംബർ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 51AG എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ടിങ് എൻവിറോൺമെന്റ് ആൻഡ് എക്കോളജി, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആർട്ടിക്കിൾ 51G വരുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആർട്ടിക്കിൾ 51AK എന്ത് വരുന്നതായിരുന്നു? ദാറ്റ് ഇസ് ടു ഗിവ് എഡ്യൂക്കേഷൻ ടു ദ വാർഡ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 51K എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുമ്പത്തെ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ലൈക്ക് അങ്ങനെ പഠിച്ചു വെച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതുപോലെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ആക്യുറേറ്റ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ അതും കൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, നോക്കുക. അതിനടുത്തത് പാർട്ട് 5. നേരത്തെ പാർട്ട് 4A ആയിരുന്നു. പാർട്ട് 5ലേക്ക് വരുമ്പോൾ 52 to 151 ഓൾമോസ്റ്റ് ഒരു 100 ആർട്ടിക്കിൾ. ഓക്കെ, 100 ആർട്ടിക്കിൾ. അത് എന്തിനെ കുറിച്ചിട്ടാണ്? യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ എന്താണ്, പവർ എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് വരുന്നത്, ഓക്കെ, സെൻട്രൽ എക്സിക്യൂട്ടീവ്സ് ആരൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 52 to 151 ആണ്. ദെൻ പാർട്ട് 6ലേക്ക് വരുന്ന സമയത്ത് 152 to 237. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അത്ര വലുപ്പം ആർക്കില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിനില്ല. അപ്പൊ ഇവിടെ 100ഓളം പ്രൊവിഷൻസ് വരുന്നുണ്ട്, ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. ബട്ട് ഇവിടെ അത്ര വരുന്നില്ല. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രൊവിഷൻ ആണ് 152 to 237 വരുന്നത്. ദെൻ പാർട്ട് 7 എന്ത് ചെയ്തു? അത് റിപ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്തു. അത് പാർട്ട് B സ്റ്റേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്റ്റേറ്റുകളൊക്കെ റീഓർഗനൈസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഒക്കെ നടന്നത് കൊണ്ട് പിന്നീട് ഈ പറയുന്ന ഒരു പ്രൊവിഷൻ പാർട്ട് B സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയൊന്നും ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 238 നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. 238 കൺസേൺ വിത്ത് പാർട്ട് B സ്റ്റേറ്റ്സ്, അത് റിമൂവ് ചെയ്തു. ദെൻ പാർട്ട് 8ലേക്ക് വരുമ്പോൾ 239 to 242 യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചാണ്. ഇതിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് 239AA എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 239 to 242 എന്ന് പറയുന്നത്. അപ്പൊ 239AA എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തതായിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് ഒരു ആർട്ടിക്കിൾ 152 ഇങ്ങനെ അല്ലാതെ അതിന്റെ കൂടെ ABC എന്നൊക്കെ പിന്നെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തതായിരിക്കും. പിന്നെ അടുത്തത് പാർട്ട് 9 243 മുതൽ 243O വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്?
പഞ്ചായത്തി രാജിനെ കുറിച്ചാണ്. ഓക്കെ, സോ പഞ്ചായത്തി രാജിലേക്ക് വരുന്ന സമയത്തും ഇവിടെ എത്തുന്ന സമയത്തും ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് അവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും പറഞ്ഞു തരും. ഇപ്പൊ ലൈക്ക് ആർട്ടിക്കിൾ 243, ഓക്കെ 243D, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റിസർവേഷൻ ഓഫ് ദ വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ആർട്ടിക്കിൾ 243I വരുന്നുണ്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓക്കെ, സോ ലൈക്ക് ഫൈനാൻസ് കമ്മീഷൻ വരുന്നുണ്ട്. ദെൻ ആർട്ടിക്കിൾ 243K വരുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അതായത് സ്റ്റേറ്റിലെ ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്ത് 243K എന്ന് പറയുന്നത്. ദെൻ 243T എന്ന് പറയുന്നതോ ദിസ് ഇസ് ദ റിസർവേഷൻ ഇൻ ദ മുനിസിപ്പാലിറ്റീസ്. അപ്പൊ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ ആർട്ടിക്കിൾസ് ഓർത്ത് വെക്കാൻ കാരണം അങ്ങനെ പഠിച്ചത് കൊണ്ടാണ്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കാം, എല്ലാ കാര്യം കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ വരുന്നത് പഞ്ചായത്തി രാജ് ആണ്. ദെൻ ആർട്ടിക്കിൾ 243P2, ആർട്ടിക്കിൾ 243ZG വരെ വരുന്നത് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, PQRST ഞാൻ നേരത്തെ പറഞ്ഞില്ല, T243T മുനിസിപ്പാലിറ്റിയിലുള്ള റിസർവേഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അത് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചിട്ടാണ് വരുന്നത്. ദെൻ പാർട്ട് 9B വരുന്നുണ്ട്, ഇതും അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തതാണ്. പാർട്ട് 9A ഡെഫിനറ്റ്ലി അമെന്റ്മെന്റിലൂടെ ആഡ് ചെയ്തതാണ്, കാരണം മുനിസിപ്പാലിറ്റീസ് അതുപോലെ ലൈക്ക് 243O എന്നാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടും എവിടുന്ന് വരുന്നതാണ്? 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ വരുന്നതാണ്. പഞ്ചായത്തി രാജ് ലൈക്ക് നമ്മുടെ തേർഡ് ലെയർ ഓഫ് ഗവൺമെന്റ് ഉണ്ടല്ലോ, തേർഡ് സ്ട്രാറ്റ, അതാണ് ഈ പറയുന്ന പഞ്ചായത്തി രാജ് ആൻഡ് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ദെൻ പാർട്ട് 9B എന്ന് പറയുന്നത് 243ZH മുതൽ ZT വരെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് വരുന്ന പ്രൊവിഷനാണ്. ഓക്കെ, സോ അതും കൂടെ ഓർത്ത് വെക്കുക. പാർട്ട് 9B കൺസേൺസ് വിത്ത് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കാരണം ഈ ആർട്ടിക്കിൾസ് വെച്ചുകൊണ്ട് ഓക്കെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് UPSC PSC ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LSGS എക്സാമിനേഷനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പ്രൊവിഷൻസിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം രൂപത്തിൽ പിന്നീട് എന്ത് ചെയ്യാം, ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും നന്നായിട്ട് ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. ദെൻ പാർട്ട് 11ലേക്ക് വരുന്ന സമയത്ത് 245 to 263 ഇവിടെയാണ് റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, 246 മുതൽ 261 വരെയുള്ളത്. ഓക്കെ, ഇതിനടുത്തത് പാർട്ട് 14A, ഇവിടെ 323A 323B വരുന്നുണ്ട്. അത് ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയുന്നതാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ട്രൈബ്യൂണൽസ്. 323A എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, 323B എന്ന് പറയുന്നത് അതർ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ട്രൈബ്യൂണൽസ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആണ്. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് അതർ ട്രൈബ്യൂണൽസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ലൈക്ക് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലൈക്ക് ട്രൈബ്യൂണൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതൊക്കെ കവർ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, NGT വരുന്നുണ്ട്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ഓക്കെ, സോ അത് എന്താണ്, ട്രൈബ്യൂണൽ ആണ്. ഇതൊക്കെ 323Bയുടെ അണ്ടറിൽ വരുന്നുണ്ട്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വരുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും എക്സാമുകളൊക്കെ ആയിട്ട് ഇപ്പൊ ലൈക്ക് KS എക്സാമിനേഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലുള്ള ഡിഫറെന്റ് PSC എക്സാമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഡിസ്പ്യൂട്ട് വരുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് പോകാറ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കാണ് പോകാറ്. ഓക്കെ, സോ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 323Aയുടെ അണ്ടറിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ പാർട്ട് 15ലേക്ക് വരുന്ന സമയത്ത് 324 to 329A വരുന്നുണ്ട്. ദാറ്റ് ഈസ് കൺസേൺ വിത്ത് എലക്ഷൻ. കാരണം ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക, മറന്നു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ദെൻ പാർട്ട് 16 ലൈക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇൻ ദ സെൻസ് ലൈക്ക് കണ്ടക്ടിങ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 324. ഓക്കെ, ദെൻ പാർട്ട് 16 എന്ന് പറയുന്നത് 330 to 342. ഈ ആർട്ടിക്കിൾസ് കവർ ചെയ്യുന്നത് പാർട്ട് 16ലാണ്. അവിടെയാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സുപ്രീം ലൈക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് OBC. ഇതേ കാര്യം നമ്മൾ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലി ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലുള്ള പ്രൊവിഷൻസ് ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ റിഫ്ലക്ട് ചെയ്തത് കാണാം. എവിടെയാണ്? അണ്ടർ പാർട്ട് 16 ആർട്ടിക്കിൾ 330 to 342. പിന്നെ അടുത്തത് പാർട്ട് 17. പാർട്ട് 17ലേക്ക് വരുന്ന സമയത്ത് 343 ആൻഡ് 351. ഇത് എന്ത് കവർ ചെയ്യുന്നുണ്ട്? ഒഫീഷ്യൽ ലാംഗ്വേജ് കവർ ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞ സമയത്ത് എന്റെ ചോദ്യം, ആർട്ടിക്കിൾ 351B ഇതെന്താണ്? ഡെഫിനറ്റ്ലി അമെന്റ്മെന്റ്
അമെന്റ്മെന്റിലൂടെ വന്ന പ്രൊവിഷൻ ആണല്ലോ. ആർട്ടിക്കിൾ 351D എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി അതേപോലെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടോ? ഇത് രണ്ടും ചോദ്യമാണ്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. ഇതിനടുത്തത് പാർട്ട് 18, ആർട്ടിക്കിൾ 352 360. കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം 352 356 360 ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രൊവിഷൻസ് ആണ്. കാരണം എന്താണ്? എമർജൻസി പ്രൊവിഷൻ ആണ്. 352 എന്ന് പറയുന്ന സമയത്ത് നാഷണൽ എമർജൻസി വരുന്നുണ്ട്, 356 വരുന്നുണ്ട്. അതെന്താണ്? പ്രസിഡന്റ്സ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ്സ് റൂൾ വരുന്നുണ്ട്, സ്റ്റേറ്റ് എമർജൻസി ആണ്. ദെൻ 360ലേക്ക് വരുമ്പോൾ അത് ഫൈനാൻഷ്യൽ എമർജൻസി ആയി. ഓക്കെ, സോ ആർട്ടിക്കിൾസും പ്രൊവിഷൻസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പാർട്ട് 20ലേക്ക് വരുന്ന സമയത്ത് 368 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 368ന്റെ അണ്ടറിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അമെന്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിഫിക്കൽട്ട് ആണ്, അതുകൊണ്ടാണ് അതിനെ റിജിഡ് എന്ന് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണ് ആർട്ടിക്കിൾ 368ലേക്ക് വരുന്നത്. പാർട്ട് 20യിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യേണ്ട പ്രൊവിഷൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ സമയത്തുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഈ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ ഡിഫറെന്റ് ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന, അതായത് ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഇനാക്ട് ചെയ്തിട്ടുള്ള ചില നിയമങ്ങളിൽ നിന്ന്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിൽ നിന്നൊക്കെ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിൽ നിന്നോ നമ്മൾ അഡോപ്റ്റ് ചെയ്ത പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, സോ അതിലെ ഫെഡറൽ സ്കീം അതുപോലെ തന്നെ ഗവർണേഴ്സ് ഓഫീസ്, ഇത് രണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അഡോപ്റ്റ് ചെയ്തതാണ്. ജുഡീഷ്യറിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരുന്നതാണ്. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫെഡറൽ കോർട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി സുപ്രീം കോടതിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ 1773 ആക്ട് പ്രകാരം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ പറയുന്ന 1935 ആക്ടിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രകാരമാണ്. പിന്നെ അതേപോലെ എമർജൻസി പ്രൊവിഷൻസ് മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറും ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ആസ് സച്ച് അഡോപ്റ്റ് ചെയ്ത് ഇൻഡിജനൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്തത് ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് കൺസെപ്റ്റുകളാണ് വരുന്നത്, റൂൾ ഓഫ് ലോ ആൻഡ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും, ജുഡീഷ്യറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഇസ് റൂൾ ഓഫ് ലോ, വാട്ട് ഇസ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തത് ജർമ്മനി. ജർമ്മനിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് സസ്പെൻഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. സോ എമർജൻസിയുടെ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 352 356. ദെൻ 360യുടെ അണ്ടറിൽ ഫണ്ടമെന്റൽ റൈറ്റിനൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് അത് നമുക്ക് മെൻഷൻ ചെയ്യേണ്ട. സോ 352 356 ഇവിടെ രണ്ട് സ്റ്റേറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ റൈറ്റിൽ ഏതെങ്കിലും രൂപത്തിൽ ലിമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സസ്പെൻഷൻ അണ്ടർ ദി എമർജൻസി, അത് മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ്, ലൈക്ക് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ജർമ്മനിയുടെ ഫേമർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി വീണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലാതെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. കാരണം നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു, ബ്രിട്ടീഷിന്റെ ഒരു കോളനി ആയിരുന്നു. അപ്പോൾ അവരിവിടെ നടപ്പാക്കിയിട്ടുള്ള ഭരണം, അല്ലെങ്കിൽ അവർ നടപ്പാക്കാൻ നോക്കിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗവർണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്രിട്ടനിലുള്ള അതേപോലത്തെ ഒരു ഗവർണൻസ് സ്ട്രക്ചർ ആയിരുന്നു. അപ്പൊ നമുക്ക് പരിചയമുള്ള ഈ ഒരു ഗവർണൻസ് സ്ട്രക്ചറിനെ തന്നെ നമ്മൾ പിന്നീട് എന്ത് ചെയ്തു, നമ്മുടെ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്തിരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഈ പറയുന്ന പാർലമെന്ററി ഗവൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് റൂൾ ഓഫ് ലോ. ദെൻ അതേപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം. ഓക്കെ, നമ്മുടെ മിനിസ്റ്റേഴ്സിന് എന്തുണ്ട്, ക്യാബിനറ്റ് സിസ്റ്റം വരുന്നുണ്ട്. പക്ഷെ ബ്രിട്ടനിൽ ഉള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ഇവിടെ ഇല്ല. അതാണ് എന്തെന്ന് പറയുന്നത്, കിച്ചൺ ക്യാബിനറ്റ് അല്ലെങ്കിൽ ലൈക്ക് ഷാഡോ ക്യാബിനറ്റ് എന്നൊക്കെ പറയുന്ന ചില കൺസെപ്റ്റുകൾ നമ്മുടെ ഇവിടേക്ക് വരുന്ന സമയത്ത് വരുന്നില്ല. അപ്പൊ ഷാഡോ ക്യാബിനറ്റ് ഒന്നും നമ്മുടെ ഇന്ത്യയിലില്ല. ബട്ട് ബ്രിട്ടന്റെ അത്തരത്തിലുള്ള ക്യാബിനറ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയുള്ള പ്രൊവിഷൻസ്
ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതായത് പാർട്ട് 5ലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, യൂണിയനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താണ് ക്യാബിനറ്റ്, ഓക്കെ, കിച്ചൺ ക്യാബിനറ്റ്, ഷാഡോ ക്യാബിനറ്റ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കും. ഓക്കെ, ദെൻ പാർലമെന്ററി പ്രിവിലേജസ്, നമുക്കറിയാം ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിവിലേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, പാർലമെന്റേറിയൻസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പം ലൈക്ക് ഇഫ് ഐ എം കറക്റ്റ്, ആർട്ടിക്കിൾ 105 അണ്ടറിലാണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഞാൻ എന്റെ മെമ്മറിന്ന് പറഞ്ഞാണ്. ഇൻ കേസ് ആർട്ടിക്കിളിൽ എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കമന്റ്സിൽ മെൻഷൻ ചെയ്യാം, ബാക്കിയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട്. സോ ആർട്ടിക്കിൾ 105 എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രിവിലേജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത്തരത്തിലുള്ള പാർലമെന്ററി പ്രിവിലേജസ് അത് നമ്മൾ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. ദെൻ ബൈക്യാമറലിസം. ഓക്കെ, ദെൻ അതേപോലെ എന്തുണ്ട്, പ്രൊറഗേറ്റീവ് റിറ്റ്സ്. ഓക്കെ, ബൈക്യാമറലിസം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അഡോപ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. ദെൻ ലൈക്ക് പ്രൊറഗേറ്റീവ് റിറ്റ്സ്, ഡിഫറെന്റ് റിറ്റ്സ് ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യും, അപ്കമിങ് സെഷനിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആർട്ടിക്കിൾ 368 പറഞ്ഞല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ടു രാജ്യസഭ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്തെന്ന് പറയുന്നത്, വിച്ച് among the following are adopted from the British Constitution, അല്ലെങ്കിൽ which among the following provision is adopted from the South African Constitution, which among the following is adopted from the Weimar Constitution, ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. സോ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഓരോ രാജ്യത്തു നിന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്തത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ്, പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും എലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയും. ഇത് രണ്ടും നമ്മൾ അഡോപ്റ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അടുത്തത് USA. USA നിന്ന് നമ്മൾ എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തത്, ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, നമുക്കറിയാം USA ബിൽ ഓഫ് റൈറ്റ്സ് ഫസ്റ്റ് ടൈം വരുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് ഫസ്റ്റ് ഫോളോ ചെയ്യുന്നത് ആരാണ്, USA ആണ്. സോ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, നമ്മൾ സെപ്പറേഷൻ ഓഫ് പവറിൽ പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്. അപ്പൊ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, ഇത് രണ്ടിന്റെയും ഭാഗമായിട്ട് നിൽക്കുന്നതല്ല. ഓക്കെ, സോ അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് US നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറൊരു കൺസെപ്റ്റ് പഠിക്കും, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നുള്ളത്. ഓക്കെ, സോ അവിടെ എത്തുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതിനു മുമ്പ് ലൈക്ക് ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയിൽ. ഓക്കെ, ഈ ടേമല്ല, ഇതിനു മുമ്പത്തെ ടേമിൽ ഡൊണാൾഡ് ട്രംപിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് US നിന്ന് തന്നെയാണ്. ഓക്കെ, സോ ഇന്ത്യയിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രസിഡന്റിനെ വേണമെങ്കിൽ പുറത്താക്കാം. അതിനുള്ള പ്രൊസീജിയേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ദെൻ ജുഡീഷ്യൽ റിവ്യൂ, ആർട്ടിക്കിൾ 32 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ജുഡീഷ്യറി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള നിയമങ്ങളെ പുനഃപരിശോധിക്കാം. അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ അക്കോർഡിംഗ് ആണോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒത്തുപോകുന്നതാണോ നിയമങ്ങൾ എന്ന് ജുഡീഷ്യറിയുടെ പുനഃപരിശോധനയ്ക്കാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അടുത്തത് റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി ജഡ്ജസ് ആൻഡ് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജസിനെയും ഹൈക്കോടതി ജഡ്ജസിനെയും പുറത്താക്കുന്നതും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ. ഓക്കെ, സോ വൈസ് പ്രസിഡന്റ്, പോസ്റ്റ് ഓഫ് ദി വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷനും ഇത് നമ്മൾ US നിന്ന് എടുക്കുന്നതാണ്. ഇപ്പം കമല ഹാരിസിനെ നമ്മൾ വൈസ് പ്രസിഡന്റ് എന്നുള്ള രൂപത്തിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഈ പറയുന്ന US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ഇപ്പൊ US എന്തുണ്ട്, വൈസ് പ്രസിഡന്റ് പോസ്റ്റ് ഉണ്ട്, ഇവിടെ നമുക്കും ഉണ്ട്. ഓക്കെ, വൈസ് പ്രസിഡന്റ് പോസ്റ്റ് ഉണ്ട്. ദെൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് നോമിനേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഓക്കെ, പ്രസിഡന്റിനെ എങ്ങനെ നമ്മൾ എലക്ട് ചെയ്യണം, അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നമുക്ക് മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, നോമിനേറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, രാജ്യസഭയിലേക്ക് നമുക്ക് ചില മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, നോമിനേറ്റ് ചെയ്യാം. പ്രസിഡന്റിന് ഓൾമോസ്റ്റ് 12ഓളം മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന നോമിനേഷൻ ആ ഒരു കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, ഇപ്പൊ പ്രസിഡന്റിന്റെ ഇലക്ഷനിലേക്ക് നമ്മൾ ഇൻഡയറക്റ്റ് സിസ്റ്റം ആണ് എടുക്കുന്നത്. അതായത് ജനങ്ങൾ എലക്ട് ചെയ്ത MLA MP, ഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടുള്ള MLA MP, ഇവരാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന ഓരോ ടേംസും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡയറക്ട്ലി എലക്റ്റഡ് MP ആൻഡ് MLA എലക്ട്സ് ദ പ്രസിഡന്റ്. അപ്പൊ ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്.
അപ്പോൾ ആ ഒരു മെത്തേഡ് ഓഫ് എലക്ഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ അടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യു എസിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു പ്രദേശം, ആ ഒരു ഗ്രേറ്റ് ലേക്സിന്റെ ഒക്കെ മുകളിലേക്ക് വരുന്ന ആ ഒരു രാജ്യം കാനഡ. ഓക്കെ, ലൈക്ക് ജാനമനൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കാനഡ എന്ന് പറയുന്നത്. ഓക്കെ, സോ കാനഡ, സോ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. അപ്പം ഇന്ത്യയുടെ ഒരു ഫെഡറലിസം കൺസെപ്റ്റ് വരുന്നത് കാനഡയിൽ നിന്നാണ്. കാരണം യു എസ് എ എന്ന് പറയുന്നത് ഫെഡറൽ സ്റ്റേറ്റ് ആണ്. യു എസ് എ ലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു യൂണൈറ്റഡ് ആണ്. ഇതെന്താണ്? ഫെഡറലിസം ആണ്. ഓക്കെ, അതായത് ഡിസ്ട്രക്റ്റിബിൾ യൂണിയൻ വിത്ത് ഇൻഡിസ്ട്രക്റ്റിബിൾ സ്റ്റേറ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അമേരിക്ക. പക്ഷെ ഇന്ത്യയുടെ കേസിലേക്ക് വരുന്ന സമയത്തോ ഇൻഡിസ്ട്രക്റ്റിബിൾ യൂണിയൻ വിത്ത് ഡിസ്ട്രക്റ്റിബിൾ സ്റ്റേറ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വെക്കണം. അതായത് യൂണിയനെ നിങ്ങൾക്ക് തകർക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷെ സ്റ്റേറ്റിനെ നിങ്ങൾക്ക് തകർക്കാം. ഫോർ എക്സാമ്പിൾ പണ്ടത്തെ ആന്ധ്രാപ്രദേശ്, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ് ആക്കി. അപ്പൊ പണ്ടത്തെ ആന്ധ്രാപ്രദേശ് തകർന്നില്ലേ? ലൈക്ക് റീഅറേഞ്ച് ചെയ്തു. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രക്ചറിന് മാറ്റമൊന്നുമില്ല. അതാണ് ഇൻഡിസ്ട്രക്റ്റിബിൾ യൂണിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഡിസ്ട്രക്റ്റിബിൾ സ്റ്റേറ്റ്, സ്റ്റേറ്റിനെ എന്ത് ചെയ്യാം? എനിക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ വെസ്റ്റിംഗ് റെസിഡ്യൂറി പവേഴ്സ് ടു ദ സെന്റർ. ഇത് നമ്മൾ പഠിക്കും. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ ഷെഡ്യൂൾ 7 പഠിക്കും. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ 7 അതായത് നമ്മൾ ആർട്ടിക്കിൾ 52 to 151 ഡിസ്കസ് ചെയ്യും. ഓക്കെ, 151 ഒക്കെ ഡിസ്കസ് ചെയ്യും. അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെ ഒക്കെ പവേഴ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് ഷെഡ്യൂളും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ വരുന്നതാണ് ഷെഡ്യൂൾ 7 എന്ന് പറയുന്നത്. അപ്പൊ ആ ഷെഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് 3 ലിസ്റ്റുകൾ വരുന്നുണ്ട്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് 2 പേർക്കും കോമൺ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നതാണ് ഈ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഗവർണേഴ്സിനെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നു? അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫീച്ചറാണ് അല്ലെ? അതായത് ഗവർണേഴ്സിനെ നമ്മൾ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ എലക്ട് ചെയ്യുന്നതല്ല, സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. പക്ഷെ പ്രസിഡന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ പ്രസിഡന്റിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് സ്റ്റേറ്റിൽ എന്ത്? ഗവർണർ എന്ന് പറയുന്നത്. പക്ഷെ ഗവർണറെ നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾ ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുന്നതല്ല, MLA മാരല്ല എന്ത് ചെയ്യുന്നത്? എലക്ട് ചെയ്യുന്നത്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ഡിഫറൻസിന് കാരണം എന്താണ്? നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തത് കാനഡയിൽ നിന്നാണ്. ഓക്കെ, ദെൻ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? പ്രസിഡന്റിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആ ഒരു പ്രൊവിഷൻ നമ്മൾ എടുക്കുന്നത് കാനഡയിൽ നിന്നാണ്. പിന്നെ അടുത്തത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഷെഡ്യൂൾ 7 വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, ഇതെല്ലാം കവർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ, ഓർത്തു വെക്കണം, മറന്നു പോരുത്. ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് റഷ്യ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന്, USSR നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം ഇത്തരം സ്റ്റേറ്റിനോട് ജനങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൽ മാത്രമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ജനങ്ങൾക്ക് സ്റ്റേറ്റിനോടും ഒരു കടപ്പാടുണ്ട് എന്നുള്ളത് ഇത്തരം സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ USSR ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഐഡിയൽസ് ഓഫ് ദ ജസ്റ്റിസ്, അതായത് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇത് എവിടെയാണ് മെൻഷൻ ചെയ്തത്? പ്രിയമ്പിളിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് 3 ടൈപ്സ് ഓഫ് ജസ്റ്റിസിനെ കുറിച്ച്. അതായത് ദ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് 3 ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ജനങ്ങൾക്ക് എൻഷുർ ചെയ്യണം. ആ ജസ്റ്റിസ് ആണ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ വരുന്ന സമയത്ത് പ്രൊസീജിയർ ഫോർ അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഓക്കെ, രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഇൻഡയറക്ട്ലി എലക്ട് ആണ്. ഓക്കെ, കാരണം ലോക്സഭയിലേക്കുള്ള മെമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ ഡയറക്ട്ലി എലക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ എന്താ ചെയ്യുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? എലക്ട് ആയി പോകുന്നത്. ഓക്കെ, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് അവരെന്ത് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് എലക്ട് ചെയ്ത് വിടുന്നത്. അപ്പൊ അത് ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആണ്. ഓരോ സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യുന്നത്? മെമ്പേഴ്സ് എത്തുന്നത്. കാരണം ഇത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്.
ഓക്കെ, അതുകൊണ്ട് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പം ആ ഫോം ഓഫ് എലക്ഷൻ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോർഷൻസോ കാര്യങ്ങളോ ഒന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഡൗട്ട്സ് ക്ലിയറൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ